യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എനിവേ നമുക്ക് ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കാൻ എന്താ വെച്ചാൽ ലാറാവൽ കാഷ്യർ ഇസ് ലൈക്ക് എൻ ഇന്റർഫേസ് ടു സ്ട്രൈപ്പ്. ഇപ്പം നിങ്ങൾക്കറിയാം, നമുക്കൊരു സാസ് കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ വി നീഡ് എ സബ്സ്ക്രിപ്ഷൻ. സോ സബ്സ്ക്രിപ്ഷൻസ് മാനേജ് ചെയ്യുക എന്നതൊരു ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ആക്ച്വലി കാഷ്യർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഐ വിൽ ഷെയർ മൈ സ്ക്രീൻ. സ്ക്രീൻ വിസിബിൾ ആണോ? യെസ്, വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാനൊരു ബേസിക് പി പി ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്. ഓക്കെ, സോ ബേസിക്കലി നമുക്കൊരു 3 കൈൻഡ് ഓഫ് എന്താ പറയാ സംഭവമുണ്ട്. സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ട്രൈപ്പ് നമ്മൾ അണ്ടർലൈനിങ് പേയ്മെന്റ് ഗേറ്റ് വേ. ഓക്കെ, ഇപ്പൊ സ്ട്രൈപ്പിന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ സ്ട്രൈപ്പിൽ തന്നെ നമുക്ക് SDK തരുന്നുണ്ട്. നമുക്ക് ഏത് കൈൻഡ് ഓഫ് ബാക്ക് എൻഡ് ലാംഗ്വേജുമായി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സ്ട്രൈപ്പിന്റെ ഡയറക്റ്റ് SDK വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ വൈ ലാറാവൽ കാഷ്യർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ലാറാവൽ സ്പെസിഫിക് അബ്സ്ട്രാക്ഷൻ ആണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. അതായത് ലാറാവൽ തന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആ പാക്കേജ്, കാഷ്യർ എന്ന പാക്കേജ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്ക്രിപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഇൻവോയ്സ് ഹാൻഡിൽ ചെയ്യാനും ഏതൊക്കെ പേയ്മെന്റ് മെത്തേഡ്സ് ഹാൻഡിൽ ചെയ്യാനൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. സോ ലാറാവൽ യൂസ് ചെയ്ത് എളുപ്പത്തിൽ സ്ട്രൈപ്പ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാഷ്യർ പാക്കേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് വേറൊരു സംഭവമുണ്ട്, ലാറാവൽ സ്പാർക്ക് എന്ന് പറഞ്ഞ കേസസ് ഉണ്ട്. അപ്പൊ ചില നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലാറാവൽ സ്പാർക്ക് ഇറ്റ്സ് എ പെയ്ഡ് എന്താ പറയാ ഒരു സാസ് ആപ്ലിക്കേഷൻ്റെ ഒരു, ഇപ്പൊ നമുക്കൊരു കസ്റ്റമർ മാനേജ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന്റെ ഇന്റർഫേസും കാര്യങ്ങളും കോമ്പോണൻസ് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു പ്രീ ഡിസൈൻ സാസ് ഫീച്ചറാണ് ലാറാവൽ സ്പാർക്ക്. അത് ഫ്രീ അല്ല, ഇത് വിത്ത് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പൊ ലാറാവൽ സ്പാർക്ക് ആക്ച്വലി ബിൽഡ് ചെയ്തിട്ടുള്ളത് കാഷ്യർ ആൻഡ് സ്ട്രൈപ്പ് കണക്ട് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കറിയാം സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ US നമുക്ക് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പേയ്മെന്റ് ഗേറ്റ് വേ ആണ്. ബട്ട് സ്ട്രൈപ്പ് ഇസ് നോട്ട് ദ ടോപ്പ് പേയ്മെന്റ് ഗേറ്റ് വേ ഇൻ US. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി ഏതായിരുന്നു അറിയോ? പേപ്പാൽ ഗേറ്റ് വേ ആണ് ഏറ്റവും കൂടുതൽ വൈഡ് വേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, മീൻസ് ഡിഫറെന്റ് കൺട്രീസിൽ യൂസ് ചെയ്യുന്നത്. സ്ട്രൈപ്പ് എനിക്ക് തോന്നുന്നത് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് USA എന്താ പറയുക, കുറച്ച് വെൻ കമ്പയർ ടു പേപ്പാൽ എനിക്ക് തോന്നുന്നു കോസ്റ്റിലൊക്കെ കുറച്ച് ഡിഫറൻസ് സ്ട്രൈപ്പിൽ വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വിഷയം ബേസിക്കലി ലാറാവൽ കാഷ്യർ ആണ്. സോ ലാറാവൽ കാഷ്യർ വെച്ച് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എങ്ങനെ സ്ട്രൈപ്പ് ത്രൂ എന്താ പറയാ ലാറാവൽ കാഷ്യർ ത്രൂ ലാറാവൽ ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാസ് ആപ്ലിക്കേഷൻ എങ്ങനെ സ്ട്രൈപ്പുമായി കണക്ട് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ഇതൊരു ഡെമോ ആപ്ലിക്കേഷൻ പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് ക്ലിയർ ആണ്. ഇപ്പൊ ബേസിക്കലി നമ്മളൊരു ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് ആ ഒരു ബേസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നതാണ് ഈ ഒരു സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറയുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരാണെങ്കിൽ യു ക്യാൻ ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ്. എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇൻസ്റ്റന്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? എന്താ സ്ട്രൈപ്പ്, എന്താ കാഷ്യർ, എന്താണ് സ്പാർക്ക് എന്നുള്ളത്? ഓക്കെ, നിങ്ങൾ ചാറ്റ് യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാലും മതി ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ. ബിക്കോസ് ഓക്കെ, സോ നമുക്ക് ഒരു ഞാൻ ജസ്റ്റ് നമുക്കൊരു ഡയറക്റ്റ് ലാറാവലിന്റെ എന്താ പറയാ കാഷ്യറിന്റെ ഒരു ഇത് നോക്കാം. സോ ദിസ് ഈസ് ദ ഡോക്യുമെന്റേഷൻ ഓഫ് ലാറാവൽ കാഷ്യർ. ഓക്കെ, ഇപ്പൊ ലാറാവൽ കാഷ്യർ ബേസിക്കലി നമുക്ക് എന്താ രണ്ട് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്ട്രൈപ്പിന്റെ A to Z കാര്യങ്ങൾ നമുക്ക് കാഷ്യർ യൂസ് ചെയ്ത് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് സ്ട്രൈപ്പിന്റെ SDK തന്നെ ആവശ്യമുണ്ട്. ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ട്രൈപ്പ് ത്രൂ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് എന്ത് വേണം, സ്ട്രൈപ്പിന്റെ SDK ആവശ്യമുണ്ട്. കാഷ്യർ ജസ്റ്റ് എന്ത് സിംപ്ലിഫൈ ചെയ്യുന്നുള്ളൂ, ഈ സബ്സ്ക്രിപ്ഷൻ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ബേസിക്കലി കാഷ്യർ കൊണ്ട് നമ്മൾ യൂസ് കേസ് ആയി എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ട് ഒരു കസ്റ്റം കോൺസെപ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു യൂസ് എന്താ പറയാ സ്ട്രൈപ്പിന്റെ SDK തന്നെ യൂസ് ചെയ്യണം. ഓക്കെ,
ഇപ്പോൾ ഇതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് സ്ട്രൈപ്പിൽ ഒരു അക്കൗണ്ട് ആണ്. ഇപ്പോൾ സ്ട്രൈപ്പിൽ നിങ്ങൾക്കറിയാം, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബേസിക് നിങ്ങളെ ജിമെയിൽ അഡ്രസ്സോ നിങ്ങൾ ഇമെയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സ്ട്രൈപ്പിൽ. അപ്പം ദിസ് ഇസ് യുവർ സ്ട്രൈപ്പ് അക്കൗണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സ്ട്രൈപ്പ് അക്കൗണ്ട് ആണ്. ജസ്റ്റ് ഞാൻ സ്ട്രൈപ്പിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ വൺസ് നിങ്ങൾ സ്ട്രൈപ്പിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ഇറ്റ്സ് ബെറ്റർ, ഇപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റത്തിന് മുന്നിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്നുമില്ല, ഒരു ഇമെയിൽ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് സ്ട്രൈപ്പിൻ്റെ ഡാഷ്ബോർഡ്. സോ ഇവിടെ നമുക്ക് ബാലൻസസ് ഹോം ഡാഷ്ബോർഡ് ആണിത്. അപ്പോൾ ബാലൻസസ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ സ്ട്രൈപ്പ് ത്രൂ എന്തൊക്കെ പേയ്മെന്റ് നമുക്ക് റിസീവ് ആയി, ആ റിസീവ് ആയ പേയ്മെന്റ് നമ്മൾ ബാങ്കിലേക്ക്, നമുക്ക് സ്ട്രൈപ്പ് എന്താ ബേസിക്കലി സ്ട്രൈപ്പ് ഒരു ഇന്റർഫേസ് അല്ല, ഒരു പേയ്മെന്റ് ഗേറ്റ് ആണ്. സ്ട്രൈപ്പിലേക്കായിരിക്കും ആദ്യം പേയ്മെന്റ്സ് റിസീവ് ആവുക. ദെൻ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിലേക്ക് സ്ട്രൈപ്പ് എന്താ ചെയ്യുന്നത്, ഡെയിലി നമുക്ക് എത്രയാണ് വന്നത് നെക്സ്റ്റ് വർക്കിംഗ് ഡേ അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് സ്ട്രൈപ്പിന്റെ വർക്ക് ഫ്ലോ വരുന്നത്. അപ്പൊ നമുക്ക് ആ ബാലൻസസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം നമ്മളെ കയ്യിലുണ്ട്, എത്ര ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ട്രാൻസാക്ഷൻസ് മീൻസ് ഇപ്പൊ ഇതൊരു ബ്ലാങ്ക് ആണ്. ഇപ്പൊ ഈ ഒരു പ്രൊജക്ട് ഞാൻ ബ്ലാങ്ക് ആയി ക്രിയേറ്റ് ചെയ്തതാണ്, പുതിയൊരു കമ്പനി. സോ ഇതിലൊരു ട്രാൻസാക്ഷൻസ് ഒന്നും നടന്നിട്ടില്ല. സോ ട്രാൻസാക്ഷൻ മീൻസ് ഏതൊക്കെ കസ്റ്റമേഴ്സ് ഏതൊക്കെ രീതിയിൽ ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ദെൻ കസ്റ്റമേഴ്സ്, ബേസിക്കലി കസ്റ്റമേഴ്സ് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രൈപ്പിൽ ഒരു യൂസർ സ്ട്രൈപ്പ് ത്രൂ എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ സ്ട്രൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഒബ്ജക്റ്റ് ഉണ്ട്. സോ അതിൽ ബേസിക്കലി സ്ട്രൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഇമെയിൽ അഡ്രസ് നെയിം വെച്ചിട്ടായിരിക്കും സ്ട്രൈപ്പ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ കസ്റ്റമേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈവൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന യൂസേഴ്സിനാണ് ഇവിടെ കസ്റ്റമേഴ്സ് കോൾ ചെയ്യുന്നത്. ഈവൻ സബ്സ്ക്രിപ്ഷൻ ഇല്ല, ഒരു വൺ ടൈം പേയ്മെന്റ് ആണെങ്കിൽ പോലും Stripe will create a customer object, okay, based on the email address. നമ്മളൊരു ഇമെയിൽ അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു കസ്റ്റമർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ പ്രൊഡക്റ്റ് കാറ്റലോഗ് മീൻസ് ദിസ് ഇസ് വേർ വി ഹാവ് ടു ആഡ് പ്രൊഡക്റ്റ്. ഓക്കെ, നമുക്ക് ഏതൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടെന്നുള്ള എല്ലാ പ്രൊഡക്ട്സും ആഡ് ചെയ്യുന്ന ഏരിയയാണ് പ്രൊഡക്റ്റ് കാറ്റലോഗ്. ഓക്കെ, സോ ദിസ് ഈസ് ഏരിയ ഷോർട്ട് കട്ട്സിന്റെ ഏരിയ ആണ്. ഇതിലേക്ക് ജസ്റ്റ് അടുത്ത ഇതിലേക്ക് നോക്കാം, പേയ്മെന്റ്സ്. സോ പേയ്മെന്റ്സിന്റെ കേസ് ഇവരെ സ്ട്രൈപ്പ് നമുക്ക് കുറെ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. ഡിസ്പ്യൂട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഇപ്പൊ നമ്മളൊരു യൂസർ നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തു, ഡിസ്പ്യൂട്ട് ട്രാൻസാക്ഷൻ ഡിസ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ കംസ് അണ്ടർ ഡിസ്പ്യൂട്ട്. ഫോർ എക്സാമ്പിൾ അവർ പറയുകയാണ് ഞാൻ ആക്സിഡന്റലി പേയ്മെന്റ് എടുത്താണ്, സോ ദേ ക്യാൻ ഏബിൾ ടു ഡിസ്പ്യൂട്ട് ഫ്രം ദിയർ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ഒക്കെ അവർക്ക് വിളിച്ചിട്ട് ഡിസ്പ്യൂട്ട് ചെയ്യാം. ഡിസ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്ത പേയ്മെന്റ്സ് ഒക്കെ അവിടെ ലിസ്റ്റ് ചെയ്യും. സോ അത് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് ആ ഡിസ്പ്യൂട്ട് ജെനുവിൻ ആണോ എന്നൊക്കെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഏരിയ ആണിത്. ദെൻ റഡാർ ഒക്കെ ഇൻബിൽഡ് അപ്ലിക്കേഷൻ ഇവർ തരും. റഡാർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി സ്ട്രൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഫോർ എക്സാമ്പിൾ ഒരു യൂസർ ഫ്രോഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരിങ്ങനെ IP ഡിഫറെന്റ് ആയിക്കൊണ്ട് നമ്മൾ ഹാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഡിഫറെന്റ് പേയ്മെന്റ്സ് അത് എത്രത്തോളം ജെനുവിൻ പേയ്മെന്റ് ആണ്, അത് വേറൊരു യൂസറിന്റെ കാർഡ് യൂസ് ചെയ്ത് ഒരാൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഇവരെ കൈൻഡ് ഓഫ് എന്താ പറയുക, ഇവരൊരു മെഷീൻ ലേണിംഗ് മോഡൽ വെച്ചിട്ട് ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള കാർഡ്സിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ വെച്ച് ഇവരൊരു ഒരു വാല്യൂ കൊടുക്കും. ആ വാല്യൂന്റെ ത്രഷോൾഡ് ഹൈ ആണെങ്കിൽ ഈ റഡാറിൽ വരും. ഓക്കെ, പിന്നെ പേയ്മെന്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു നിങ്ങളൊരു ഒരു അപ്ലിക്കേഷൻ, ഒരു ഇ-കൊമേഴ്സ് അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് എ പേയ്മെന്റ് ലിങ്ക് ഓഫ് എ പ്രൊഡക്റ്റ്. ആ പേയ്മെന്റ് ലിങ്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താ പറയുക, ആ പ്രൊഡക്റ്റിന് കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പേയ്മെന്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ചെക്കൗട്ടിലേക്ക് വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റ് പേ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടെർമിനൽ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാൻ എന്താ പറയുക, അത് യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയുള്ള ടെർമിനൽ ആപ്ലിക്കേഷൻ നമുക്ക് ഈസിലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് എന്താ പറയുക പ്രൊഡക്ട്സ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കേസാണ്. സോ അടുത്തതിലേക്ക് പിന്നെ ഇതിൽ പറയുന്ന പോലെ ബില്ലിങ്ങിന് അണ്ടറിലാണ് വരുന്നത് സബ്സ്ക്രിപ്ഷൻസ്. ഒക്കെ സബ്സ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്, ഇൻവോയ്സസ് വരുന്നുണ്ട്. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് അറിയാം ഏതൊക്കെ രീതിയിലാണ്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻസ് വരാം, ഇയർലി സബ്സ്ക്രിപ്ഷൻസ് വരാം, ഓർ എന്താ പറയാ ഡിപ്പെൻഡ്, നമുക്കൊരു കസ്റ്റം സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് എവറി 2 months ഒരു പേയ്മെന്റ് വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ഇൻവോയ്സസ് പറഞ്ഞാൽ വി ക്യാൻ ക്രിയേറ്റ് എൻ ഇൻവോയ്സ് ഫോർ സബ്സ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മുന്നേ സ്ട്രൈപ്പ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യും. ആ ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആണ് പേയ്മെന്റ് വരാം.
ഓക്കെ. അപ്പോൾ ഒരു ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് പേയ്മെന്റ് വന്നിട്ടില്ലെങ്കിൽ ആ ഇൻവോയ്സ് ഡ്യൂ ആയി കിടക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻവോയ്സസിന്റെ സെക്ഷൻ ഉള്ളത്. മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊക്കെ AWS കാണുന്ന പോലെ യൂസേജ് അനുസരിച്ച് ബില്ല് ചെയ്യാൻ വേണ്ടി. സോ വി ഹാവ് ടു സെലക്ട് മീറ്റർ കോൺസെപ്റ്റ് ഒരു സെലക്ട് ചെയ്യണം, എന്താണ് യൂസേജ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ റവന്യൂ റിക്കവറി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പേയ്മെന്റ് ഫെയിൽഡ് ആയി. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാർഡ് എന്താ പറയുക സ്ട്രൈപ്പിൽ കണക്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷന് കണക്ട് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് മന്ത് ആ യൂസറിന്റെ കാർഡ് അയാൾ ഡീആക്ടിവേറ്റ് ചെയ്തു. ഓക്കെ. അല്ലെങ്കിൽ ആ കാർഡ് അയാൾ ബ്ലോക്ക് ചെയ്തു. അപ്പം സംഭവിക്കുക നെക്സ്റ്റ് റിക്കറിംഗ് പേയ്മെന്റ് നോക്കുന്ന സമയത്ത് ആ കാർഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ പേയ്മെന്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്ട്രൈപ്പിന് ക്യാപ്ചർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ ആ സമയത്ത് സ്ട്രൈപ്പ് എന്ത് ചെയ്യും, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി റിക്കറിംഗ് റവന്യൂ റിക്കവറി ഓപ്ഷൻ വരുന്നത്. സോ ഇതിൽ നമുക്ക് റീട്രൈസ് വരുന്നുണ്ട്. അതായത് ഒരു പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ എത്ര ടൈംസ് റീട്രൈ ചെയ്യണം, എത്ര ടൈം റീട്രൈ ചെയ്തിട്ട് ആ റീട്രൈ ചെയ്ത് ഇവരെന്ത് ചെയ്യും, ഇപ്പം നമുക്ക് പറയാം ഇത്ര സമയം വിത്തിൻ 8 ടൈംസ് വിത്തിൻ 2 വീക്സ് ആണ്, വിത്തിൻ 2 വീക്സ് 8 ടൈംസ് റീട്രൈ ചെയ്തുകൊണ്ട് വെക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക, റീട്രൈ ചെയ്തിട്ടും പേയ്മെന്റ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ക്യാൻസലേഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക് സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ആയിട്ട് അയാളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഡിലീറ്റ് ആക്കാൻ കഴിയും. ഓക്കെ. സോ അങ്ങനത്തെ കുറച്ച് കേസസ് ആണ് ഇവിടെ. ജസ്റ്റ് ഞാനൊരു ഇൻട്രോ തന്നുള്ളൂ, ഓവറോൾ ഡീറ്റെയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒരു ടച്ചപ്പ് ചെയ്ത് പോയെന്നുള്ളൂ. ഇത്രയും കാര്യം നമുക്ക് സ്ട്രൈപ്പിൽ ചെയ്യാം. ഈ കാര്യങ്ങൾ നമുക്ക് നമ്മളെ സാസ് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ബേസിക്കലി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കാഷ്യർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഫോർ ദാറ്റ് ഇപ്പൊ കാഷിന്റെ സ്റ്റെപ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ സാസ് ആപ്ലിക്കേഷൻ, നമ്മൾ എന്താണ് നമ്മളെ കയ്യിലുള്ള ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് വി ഹാവ് ടു സോ ദിസ് ഇസ് ദ ലാറാവൽ പാക്കേജ് ഫോർ കാഷ്. നമ്മൾ കമ്പോസ് റിക്വയർ എന്ന് കൊടുത്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ. ആ പാക്കേജ് നമ്മൾ ആപ്ലിക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ. സോ അതിന് മുന്നേ ഞാനൊരു സാമ്പിൾ ആപ്ലിക്കേഷൻ, നമുക്കൊരു സാമ്പിൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. ലാറാവലിന്റെ ഇൻസ്റ്റാളർ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാറാവൽ ഇൻസ്റ്റാളർ ഇല്ലെങ്കിൽ ബേസ്ഡ് ഓൺ യുവർ വിൻഡോസ് ആണെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് ലാറാവൽ ഇൻസ്റ്റാളർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ലാറാവലിന്റെ ഹേർഡ് ആണ്. ഓക്കെ. അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാറാവൽ ന്യൂ ദ നെയിം ഓഫ് ദ ആപ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരു ആപ്പ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇത്ര ജസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ആപ്ലിക്കേഷനിലേക്ക് എല്ലാ കാഷിന്റെ പാക്കേജ് ഇന്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഓക്കെ. ജസ്റ്റ് ഞാനിതിൽ ഇതിനൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാണ്, ലാറാവൽ. ഓൾറെഡി ഞാനൊരു ഡെമോ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈം പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാം. കാഷ് ഡെമോ എന്ന് പറഞ്ഞൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. സോറി, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. സ്പെല്ലിംഗ് അല്ല സർ, കോഡ്. ഇവിടെ എന്തോ ഒരു ഇതോ ഒരു ഡ്രോയിങ്ങിന് എന്താ സംഭവം ഉണ്ടോ? അതൊന്ന് മിനിമൈസ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ സൈസ് ഒന്ന് റീസൈസ് ചെയ്ത് ടെർമിനലിന്റെ. അല്ല, എനിക്ക് എന്താ പറയുക, ഡ്രോയിങ്ങിന്റെ എന്തോ സാധനം വരുന്നത്, ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ക്രോസിംഗ് വന്ന് കിടക്കുന്നുണ്ട്. ഈ അനോട്ടേറ്റ് എന്ന സംഭവം എന്താ? ഇതിന്റെ മുകളിൽ വരയ്ക്കാനുള്ളതാണ്. അത് ക്ലോസ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അല്ല, ആ ടെർമിനൽ ഒന്ന് ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് മാറ്റി വെച്ച് നോക്കിയപ്പോൾ ഇട സൈഡിലേക്ക് കുറച്ച് ഇങ്ങോട്ട് ചെറുതാക്കിയിട്ട്. പോയില്ല. ഓക്കെ.
സോ ജസ്റ്റ് ഒരു ഇപ്പം നമുക്ക് സ്റ്റാർട്ടർ കിറ്റ് ചോദിക്കുന്നുണ്ട് അവർ. ഓക്കെ, ആക്ച്വലി നമുക്ക് എന്താ വെച്ചാൽ എപ്പോഴും ഒരു ബ്രീസോ ജെറ്റ് സ്ട്രീമോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബോയിലർ പ്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഓൾറെഡി യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന കോഡും ഒരു ഓത്തൊക്കെ അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഞാൻ ഇതിലിപ്പം ബേസിക്കലി ബ്രീസാണ് യൂസ് ചെയ്യുന്ന എക്സാമ്പിളിൽ. സോ ബ്ലേഡ് വിത്ത് ആൽഫൈൻ മതി, ഇറ്റ്സ് ഫൈൻ. നമുക്ക് ബ്ലേഡ് യൂസ് ചെയ്യാം. ഡാർക്ക് മോഡ് എനാബിൾ ചെയ്തു. ഫസ്റ്റ് ഈസ് ഫൈൻ. So it will create a Laravel project here. MySQL ആണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഡാറ്റാബേസ് മൈഗ്രേഷൻ ഇപ്പം റൺ ആവില്ല. ഓക്കെ, മൈഗ്രേഷൻ നമുക്ക് പിന്നെ ചെയ്യാം. ബിക്കോസ് ഇവർ റൺ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് ഡി ബിയും യൂസർ നെയിം പാസ്വേഡ് ഒന്നും ENV ഇല്ലാത്തതുകൊണ്ടാണ് ഫെയിൽ ആയത്. അപ്പോൾ ബാക്കിയുള്ള മൊഡ്യൂൾസ് ഇവർ റൺ ചെയ്തിട്ട്. സോ നിങ്ങൾ ബ്രീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രീസിൽ നോഡ് മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. അത് കമ്പൈൽ ചെയ്താൽ മാത്രമേ ഫ്രണ്ട് എൻഡ് വർക്ക് ആവുള്ളൂ. ഓക്കെ, ഓക്കെ. സോ നമ്മൾ ക്യാഷ് ഡെമോ എന്ന ആപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അതിന് പാസ്വേഡ് കൊടുക്കണ്ട. സോ ഡാറ്റാബേസിന് നെയിം ക്യാഷ് ഡെമോ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പം നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ വാലറ്റ് സെക്യൂർ ചെയ്യുന്നുണ്ട് ടു ഗെറ്റ് HTTPS. ഓക്കെ, ഓക്കെ. സോ ഇതാണ് നമ്മൾ ആക്ച്വലി ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രീസ് ടെംപ്ലേറ്റ് ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആപ്പ്. സോ ഇവിടെ നമുക്ക് രജിസ്റ്റർ ഒക്കെ ഇവിടെ വർക്ക് ആവും. രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലോഗിനും ഓപ്ഷൻസ് ഒക്കെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് യോത്ത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അക്കൗണ്ട് ഓൾറെഡി യൂസർ മോഡൽ ഇതിലുണ്ട്. അപ്പം ക്യാഷിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ യൂസർ ബേസ്ഡ് ആയിരിക്കും സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, സോ ഇതിൽ നമ്മൾ ലാറാവലിന് ക്യാഷർ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. സോ ക്യാഷർ എന്ന പാക്കേജ് ഓൾറെഡി നമ്മൾ ആപ്പ് ഇവിടെ ക്രിയേറ്റഡ് ആണ്. സോ വി ആർ ഗോയിങ് ടു ഇൻ്റഗ്രേറ്റ് ഇൻസ്റ്റാൾ ക്യാഷർ പാക്കേജ് ഹിയർ. സോ കമ്പോസർ റിക്യൂർ ലാറാവൽ ക്യാഷർ റൺ ചെയ്യാം. സോ ക്യാഷർ പാക്കേജിന് കുറേ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അവർ ഡിപ്പെൻഡൻസീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് കൂടെ. ഓക്കെ, സോ ദെൻ ക്യാഷ് സ്പെസിഫിക് ആയിട്ട് കുറച്ച് മൈഗ്രേഷൻസ് ഉണ്ട്. സോ അത് മൈഗ്രേഷൻസ് മാപ്പ് ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു റൺ ദിസ് PHP ആർട്സ് ആൻഡ് വെണ്ടർ പബ്ലിഷ്. സോ ഇത് ബേസിക്കലി ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഡോക്യുമെന്റേഷനുള്ള പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു കോപ്പി ദിസ്. ഇപ്പം നമ്മൾ മൈഗ്രേഷൻസ് ഇതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ക്യാഷ്യറിന് സ്പെസിഫിക് ആയിട്ടുള്ള മൈഗ്രേഷൻസ് ആണിത്. സോ ദെൻ വി ഹാവ് ടു റൺ ദ PHP ആർട്സ് ആൻഡ് മൈഗ്രേറ്റ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ആ മൈഗ്രേഷൻസ് എന്താണെന്ന് നോക്കാം.
സോ ഒരു മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വി ആർ ക്രിയേറ്റിംഗ് സബ്സ്ക്രിപ്ഷൻ ഐറ്റംസ് ടേബിൾ എന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞ ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെന്താണ് യൂസർ എന്ന ടേബിളിൽ വി ആർ ആഡിങ് സ്ട്രൈപ്പ് ഐ ഡി, പേയ്മെന്റ് ടൈപ്പ്, പി എം ടൈപ്പ് ഉദ്ദേശിക്കുന്ന പേയ്മെന്റ് ടൈപ്പ് ആണ്. ദെൻ പേയ്മെന്റ് ലാസ്റ്റ് 4 ഡിജിറ്റ്, ഐ മീൻ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ദെൻ ട്രയൽസ് ആൻഡ് സച്ച്, അത് മീൻസ് ട്രയൽ യൂസർ ആണെങ്കിൽ, ഐ മീൻ ട്രയൽ പ്ലാൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ ഇന്റഗ്രേറ്റ് ആയി ഈ മൈഗ്രേഷൻ വഴി ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഇത് ലാറാവൽ പാക്കേജിന്റെ ഭാഗമാണ്. ഐ മീൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വെണ്ടർ ഫയലിൽ ലാറാവൽ കയറി നോക്കുകയാണെങ്കിൽ യു ക്യാൻ സേ കാഷ്യർ പാക്കേജ് ഹിയർ. ഓക്കെ, അപ്പൊ അതിന്റെ ഈ കാഷ്യറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ പറയുക കോൺഫിഗ് ഫയലും ഐ മീൻ അവർ യൂസ് ചെയ്യുന്ന കൺട്രോൾസും റൂട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിലേക്ക് വരാം. നമുക്ക് ഇതിന്റെ ഒരു ഐഡിയ കൂടി ഉണ്ടായാൽ മാത്രമേ ചില കേസസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ദ നോളജ് ഓഫ് ദ കോർ കോമ്പോണൻസ്. ഏതൊക്കെ കോമ്പോണൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നതിന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കേസ് കസ്റ്റമായി ചെയ്യണമെങ്കിൽ നമുക്ക് ആ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണാം പേയ്മെന്റ് മെത്തേഡ്, ഇൻവോയ്സ് എന്നൊക്കെ മോഡൽസ് ഒക്കെ ഇതിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അതേപോലെ ഇതിന്റെ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ 2 കൈൻഡ് ഓഫ് ഇവന്റ്സ് ഇവിടെ ഉണ്ട്. ഒന്ന് വെബ്ബുക്ക് ഹാൻഡിൽഡും വെബ്ബുക്ക് റിസീവ്ഡ് ഇവന്റ്സ്. സോ ഈ ഇവന്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കാം. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു പബ്ലിഷ് കോൺഫിഗ്. ഇപ്പോൾ കാഷ്യറിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കോൺഫിഗ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണിത്. സോ ജസ്റ്റ് അതുകൂടി പബ്ലിഷ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം കോൺഫിഗിനുള്ളിൽ cache.php എന്നൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. We can check that file as well. Okay, സോ ഇവിടെ കാണുന്നത് സ്ട്രൈപ്പിന്റെ കീസ് ആണ്. അപ്പോൾ ഈ കീന്റെ കറസ്പോണ്ടിങ് ENV എന്ന് എടുത്തിട്ടാണ് കീയിലേക്ക് മാപ്പ് ചെയ്യണത് കോൺഫിഗിൽ. സോ സ്ട്രൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീസ്, അത് നമുക്കൊരു പബ്ലിഷിംഗ് കീ ഉണ്ടായിരിക്കും, ഒരു സീക്രട്ട് കീ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ക്യാഷിന്റെ പാത്ത് ഇതൊക്കെ ഡീഫോൾട്ട് തന്നെ കീപ്പ് ചെയ്യാം. ഇത് വെബ് ഹുക്കിന്റെ പാത്ത് ഇവിടെ നിങ്ങൾ കാണാം. ക്യാഷിന്റെ കറൻസി ബൈ ഡീഫോൾട്ട് ആയി എടുക്കുന്നത് USD ആണ്. ഇവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്യാഷ് കറൻസി മാപ്പ് ചെയ്ത് കൊടുക്കാൻ ഡിഫറെന്റ് കറൻസി ആണെങ്കിൽ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യണം. സോ ബൈ ഡീഫോൾട്ട് നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നതിലൊക്കെ USD ആണ്. നമുക്ക് നോക്കാം ലോക്കൽ ലാംഗ്വേജ് ഏതാണ്, വി ആർ യൂസിങ് ഇംഗ്ലീഷ് നൗ. സോ അതിന്റെ കോൺഫിഗറേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് എന്തിലാണ് ഇൻവോയ്സ് റെൻഡർ ചെയ്യുന്നത്. സോ വി ആർ യൂസിങ് DOM PDF. ഒരു ഇൻവോയ്സ് ഒക്കെ ജനറേറ്റ് ചെയ്ത് ഐ മീൻ PDF ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി DOM ആണ് നമ്മളിവിടെ DOM PDF ആണ് യൂസ് ചെയ്യുന്നത്. സോ അതാണ് ക്യാഷിന്റെ ബേസിക്കലി കോൺഫിഗിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ENVന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ കീസ് പാസ് ചെയ്യണം. ഓക്കെ, കോൺഫിഗിലേക്ക് റീച്ച് ചെയ്യണ ഈ കീ, അതായത് പബ്ലിഷിംഗ് കീയും അതേപോലെ സ്ട്രൈപ്പിന് സീക്രട്ട് കീ ഒക്കെ ഇവിടേക്ക് പാസ് ചെയ്യണം. അതായിരിക്കും നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിനു മുന്നേ ഇവരൊരു ട്രേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ബില്ലബിൾ എന്നൊരു ട്രേറ്റ് ബേസ് ചെയ്തിട്ടാണ് കാഷ്യർ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ത് യൂസർ മോഡലാണ് സബ്സ്ക്രിപ്ഷനുമായി കണക്ട് ചെയ്യണതെന്ന് മാപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ വി ഹാവ് ടു യൂസ് ദിസ് ബില്ലബിൾ ട്രേറ്റ് അണ്ടർ യൂസർ മോഡൽ. ബേസിക്കലി നമ്മളൊരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സബ്സ്ക്രിപ്ഷൻ കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ മോഡൽ ഉണ്ടായിരിക്കും. സോ ആ യൂസർ മോഡൽ ബേസിക്കലി യൂസറിന് ഇപ്പം നിങ്ങളൊരു കസ്റ്റം മോഡലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ എന്താ പറയുക ആപ്പ് സർവീസ് പ്രൊവൈഡർ പറഞ്ഞു കൊടുക്കണം. ഐ മീൻ നിങ്ങൾ യൂസർ ക്ലാസ് അല്ലാത്ത വേറൊരു മോഡലാണ് സ്ട്രൈപ്പുമായി കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മളത് ഇവിടെ പറഞ്ഞു കൊടുക്കണം. ആപ്പ് സർവീസ് പ്രൊവൈഡർ ഏത് മോഡലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് കാഷ്യറിന് ഇൻഫോം ചെയ്യണം. ബൈ ഡീഫോൾട്ട് കാഷ്യർ കണക്ട് ചെയ്യുന്നുണ്ടാവുക യൂസർ മോഡലായിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ യൂസ് ബില്ലബിൾ എന്ന ട്രേറ്റ് നമ്മൾ യൂസർ മോഡൽ എടുക്കാം. ഓക്കെ, ഇത് ആഡ് ചെയ്യണം. Then we have to അത് ഇമ്പോർട്ട് ചെയ്തു യൂസബിൾ ട്രേറ്റ് ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ,
സോ നെക്സ്റ്റ് വി ഹാവ് ടു ആഡ് ദ സ്ട്രൈപ്പ് കീസ്. സ്ട്രൈപ്പിൻ്റെ 3 കീസ് വരുന്നുണ്ട്. സോ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് അതിൻ്റെ പബ്ലിഷിംഗ് കീ, ഒന്ന് സീക്രട്ട് കീ, ഒന്ന് വെബ് ഹുക്കിൻ്റെ ഒരു സീക്രട്ട് കീ ആണ്. സോ ഐ എം ആഡിങ് അണ്ടർ ENV. നമുക്കതെങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇനി ഈ കീസ് ആഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം സ്ട്രൈപ്പിൽ കയറുകയാണെങ്കിൽ സ്ട്രൈപ്പിൻ്റെ ഡെവലപ്പേഴ്സിൽ യു ക്യാൻ സീ API കീസ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കൊരു പബ്ലിഷിംഗ് കീ ഉണ്ട്, സീക്രട്ട് കീ ഉണ്ട്. സോ ഐ യൂസിങ് ദിസ് ആസ് പബ്ലിഷിംഗ് കീ കോപ്പി ചെയ്തിട്ട് വി ഹാവ് ടു പേസ്റ്റ് അണ്ടർ സ്ട്രൈപ്പ് കീ. ഓക്കെ, ദിസ് ഈസ് അവർ സീക്രട്ട് കീ. സോ ഇവിടെ ഇതൊക്കെ നമ്മൾ ചെയ്യണത് ബേസിക്കലി നമ്മൾ ടെസ്റ്റ് മോഡിലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ടെസ്റ്റ് മോഡാണ് കേട്ടോ. സബ്സ്ക്രിപ്ഷൻ നമുക്ക് ആക്ച്വലി നിങ്ങൾ സ്ട്രൈപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രൈപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ച്വൽ മോഡ് വരണമെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഒക്കെ കണക്ട് ചെയ്ത് സ്ട്രൈപ്പിൻ്റെ കുറച്ച് വാലിഡേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്ച്വൽ മോഡ് വരുള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് മോഡാണ് നമുക്ക് ഡെവലപ്പേഴ്സിന് വേണ്ടി ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കണക്ഷൻ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ടെസ്റ്റ് മോഡ് യൂസ് ചെയ്യുക. ഇപ്പം നമുക്ക് ടെസ്റ്റ് മോഡ് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉണ്ടോ, എനിക്കിവിടെ ടെസ്റ്റ് മോഡ് മാറ്റാൻ കഴിയുന്നില്ല. ഇത് മാറ്റിയാലേ ലൈവ് മോഡ് ആവുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ബിസിനസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു ആക്ച്വൽ സ്ട്രൈപ്പ് അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിസിനസ് രജിസ്റ്റർ ചെയ്ത് ബിസിനസിന്റെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ അതിൽ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് ഇവർ വെരിഫൈ ചെയ്യും ബിസിനസ് വാലിഡ് ആണോ എന്നൊക്കെ. ആ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് ലൈവ് മോഡ് വരുള്ളൂ. ഓക്കെ, ഇപ്പൊ ലൈവ് മോഡ് ആക്കി വൺസ് ലൈവ് മോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് അപ്ഡേറ്റ് ലൈവ് മോഡിന്റെ കേസ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രൈപ്പിന്റെ ലൈവ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ്ലി ടെസ്റ്റ് മോഡാണ്. നിങ്ങൾക്ക് കാണാം സീക്രട്ട് ഈ പബ്ലിഷ് കീ ഒക്കെ PK_ ടെസ്റ്റ് എന്നുള്ളത്. ഇഫ് ഇറ്റ് ഈസ് ലൈവ് കീ ആണെങ്കിൽ ഇറ്റ്സ് കോൾഡ് as PK_ live എന്നായിരിക്കും ഇവിടെ ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ സെറ്റ് ചെയ്തു. 2 കീസും സീക്രട്ടും ആൻഡ് സ്ട്രൈപ്പ് കീ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്താ വെച്ചാൽ വെബ് ഹുക്കിന്റെ ഒരു കീ ആണ്. സോ വെബ് ഹുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെബ് ഹുക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രൈപ്പിൽ ഒരു ഇവന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റോ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുന്ന ഇവന്റ് അല്ലെങ്കിൽ പേയ്മെന്റ് റിസീവ് ചെയ്യുന്ന കുറേ ഇവന്റ്സ് സ്ട്രൈപ്പിൽ വരുന്നുണ്ട്. ഒരു ഇവന്റ് വരുന്ന സമയത്ത് ആ ഇവന്റ് നമ്മളെ നമ്മളെ വെബ് ആപ്ലിക്കേഷൻ നമ്മളെ SaaS ആപ്ലിക്കേഷൻ നീഡ് ടു ലിസൺ, റൈറ്റ്? അപ്പോൾ അതിനെ നമുക്ക് വെബ് ഹുക്ക് കണക്ട് ചെയ്യേണ്ടത്. സോ ആക്ച്വലി നമ്മൾ ഇവിടെ പോയി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ വെബ് ഹുക്സ് സെർച്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾ കാണാം ഇവന്റ് ഡെസ്റ്റിനേഷൻസ് എന്നൊരു ഓപ്ഷൻ. പണ്ട് ഇത് ഇവരെ UI അടുത്ത് മാറിയതാണ്. പണ്ട് നമുക്ക് വെബ് ഹുക്സ് എന്ന പേര് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവന്റ് ഡെസ്റ്റിനേഷൻ എന്നാണുള്ളത്. സോ ഇവിടെ നമ്മളൊരു ഡെസ്റ്റിനേഷൻ ആഡ് ചെയ്യണം. ആ ഡെസ്റ്റിനേഷൻ ശരിക്കും എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ ഹോസ്റ്റഡ് ആണെങ്കിൽ നമുക്കൊരു ഹോസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. ആ ഡെസ്റ്റിനേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ആ ഡെസ്റ്റിനേഷനിലേക്ക് അല്ലെങ്കിൽ എന്തൊക്കെ ഇവന്റ്സ് വരുന്നുണ്ടോ ആ ഇവന്റ്സ് ഇവർ അതിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് വെബ് ഹുക്ക് വരുന്നത്. ജസ്റ്റ് വെബ് ഹുക്ക് URL ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ലോക്കൽ എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. കേൾക്കുന്നില്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ലോക്കൽ എൻവയോൺമെന്റിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് വരില്ല, ഈ വെബ് ഹുക്ക് വരില്ല. ഓക്കെ, സോ വെബ് ഹുക്ക് വരണമെങ്കിൽ സ്ട്രൈപ്പിൽ നമുക്ക് സ്ട്രൈപ്പിന്റെ ഒരു CLI എന്നൊരു ടൂൾ ഉണ്ട്. ആ ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ടൂള് വഴി നമ്മൾ സ്ട്രൈപ്പുമായി കണക്ട് ചെയ്യണം. അങ്ങനെ വൺസ് ആ ടൂൾ വെച്ച് സ്ട്രൈപ്പുമായി കണക്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ടൂളിൽ നമ്മൾ മെൻഷൻ ചെയ്യും. പിന്നെ എന്താ പറയാ, ഞാൻ കാണിച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇപ്പൊ നമ്മൾ കറൻസി കോൺഫിഗറേഷൻ ഒക്കെ നോക്കി. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ പറയാ, വെബ് ഹുക്ക് സെറ്റ് ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
സെർച്ച് ചെയ്യാം. സ്ട്രൈപ്പിന്റെ CLI ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമുക്ക് വെബ് ഹുക്ക് ലിസൺ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതിനൊരു കോഡ് ഉണ്ടായിരുന്നു സ്ട്രൈപ്പ് CLI ഇൻസ്റ്റാൾ ചെയ്യാൻ. ഓക്കെ, സോ നമ്മളിപ്പം ഹോം ബ്രൂ ഇപ്പം ലിനക്സ് വിൻഡോസ് ഇപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ ഷെയർ ചെയ്യാം ജസ്റ്റ് റെഫറൻസിന്. ഓക്കെ, സോ ഇപ്പോൾ ബ്രൂ ഇൻസ്റ്റാൾ സ്ട്രൈപ്പ് എന്ന് കൊടുത്താൽ നമ്മൾ ഹോം ബ്രൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്കിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്ത് സ്ട്രൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഞാനിതിൽ സ്ട്രൈപ്പ് CLI ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആൻഡ് അപ് ടു ഡേറ്റ് എന്നൊരു പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാർ ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ ആ സ്പെസിഫിക് ഇത് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. സ്ട്രൈപ്പ് ലോഗിൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇവരെന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ ഗിറ്റബിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ എൻവയോൺമെന്റ് സിങ്ക് ചെയ്യും. സ്ട്രൈപ്പ് ലോഗിൻ അടിക്കുന്ന സമയത്ത് ഒരു ബ്രൗസറിൽ സ്ട്രൈപ്പിന്റെ ഡാഷ്ബോർഡ് വന്ന് അതിലൊരു എന്താ പറയുക OTP നമ്മൾ മെയിലിലേക്ക് വെച്ച് അങ്ങനെ ഒതന്റിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് വരും. അപ്പം അങ്ങനെ ഒതന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്കത് ലിസൺ ചെയ്യാൻ പറ്റും. വൺസ് ഒതന്റിക്കേറ്റ് ചെയ്ത് നമ്മൾ ഒതന്റിക്കേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലോക്കൽ മെഷീനിൽ നമ്മൾ CLI വഴി നമ്മൾ സ്ട്രൈപ്പിന്റെ എന്താ പറയുക സ്ട്രൈപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടുമായി കണക്ട് ചെയ്യുക ചെയ്യുന്നത്. അവിടെ ബേസിക്കലി ഒരു ഇന്റർഫേസ് അവിടെ ഫോം ചെയ്യുക ചെയ്യുന്നത് ത്രൂ ദ കമാൻഡ് ലൈൻ. ഓക്കെ, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെബ് ഹുക്ക് ലിസൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ വെബ് ഹുക്ക് ലിസൺ ചെയ്യാൻ ഒന്നുമില്ല, സ്ട്രൈപ്പ് ലിസൺ ഫോർവേഡ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് കൊടുത്താൽ ഇത് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ സ്ട്രൈപ്പ് ലിസൺ ലോഡ് ഫ്രം വെബ് ഹുക്ക് -API ഫോർവേഡ് ടു. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് നമ്മളെ എൻ്റെ കാഷ്യർ demo.txt, അപ്പോൾ ഇതാണ് നമ്മൾ ലോക്കൽ ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ കൊടുത്താൽ നമ്മൾ വെബ് ടെസ്റ്റ് എൻഡ് പോയിന്റ് ആഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ട്രൈപ്പിൽ ഡമ്മി വെബ് ഒക്കെ ആഡ് ചെയ്ത് നോക്കാം. സോറി, അതിന് മുന്നേ നമുക്കൊരു സാധനം ചെയ്യാൻ വിട്ടുപോയല്ലോ. ഈ വെബ് ബുക്കിന്റെ പെർസ്പെക്റ്റീവില് ലാറാവിൽ തന്നെ ഒരു ഇത് തരുന്നുണ്ട് ആക്ച്വലി, ഞാൻ മിസ്സായി. PHP ആർട്സ് ആൻഡ് കാഷ്യർ വെബ് ബുക്ക് എന്നൊരു സംഭവം തരുന്നുണ്ട്. സോ യു ഹാവ് ടു റൺ ദിസ്. ഓക്കെ, നമ്മളൊരു വെബ് ബുക്ക് PHP ആർട്സ് ആൻഡ് കാഷ്യർ വെബ് ബുക്ക് എന്ന് അടിച്ചാൽ ഒരു സ്ട്രൈപ്പ് വെബ് ബുക്ക് അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ,
അപ്പം ബേസിക്കലി നമ്മൾ ക്രിയേറ്റ് ആവുക എങ്ങനെയാണെന്ന് വെച്ചാൽ ആപ്പ് യു ആറിൽ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുക PHP ആർട്സിന് ക്യാഷ് വെബ് ബുക്ക് എന്ന് കൊടുക്കുമ്പോൾ ഈ വെബ് ബുക്ക് ക്രിയേറ്റ് ആവുന്നത് ബേസ്ഡ് ഓൺ ആപ്പ് യു ആറിലായിരിക്കും. സോ ഇപ്പം നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിന് ആപ്പ് യു ആറിൽ എന്തായിരിക്കും വരിക, ക്യാഷ് ഡെമോ ടെസ്റ്റ് എന്നാണ്. അപ്പോൾ ആ ഒരു പേരിലൊരു വെബ് ബുക്ക് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. സോ അതിന് ശേഷം വേണം നമ്മൾ ഇത് കൊടുക്കാൻ. പക്ഷെ ഇത് വർക്ക് ആവുന്നില്ല. I think I will create one. ഇതൊരു മാനുവലി കൊടുക്കേണ്ടി വരുമല്ലോ. ഇവിടെ നമ്മൾ മാനുവലി ഒരു വെബ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്, സോറി, പക്ഷേ ഈ ഒരു വെബ് ബുക്കിലേക്ക് അവർക്ക് ഹിറ്റ് ആക്കാൻ എന്തായാലും കഴിയില്ല. അല്ലെങ്കിൽ നമ്മളത് ഹോസ്റ്റഡ് ആയ വെബ് ബുക്ക് വരണം. ഞാൻ ഏതെങ്കിലും സ്റ്റെപ്പ്, ഒരു മിനിറ്റ്. രണ്ടാമത് ഒതന്റിക്കേറ്റ് അക്കൗണ്ട് മാറിയോ? രണ്ടാമത് ഒതന്റിക്കേഷൻ പോകുന്നുണ്ട്. ഞാനത് ബേസിക്കലി ഞാൻ ഈ ഇതിന് വേണ്ടി വേറൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തതാണ്. സോ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഒതന്റിക്കേറ്റ് ചെയ്യേണ്ടി വരും. 491273. ഒതന്റിക്കേറ്റ് ആയിട്ട് ലെറ്റ്സ് സീ. ഓക്കെ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സ്ട്രൈപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒതന്റിക്കേറ്റ് ചെയ്യണം. സോ ഐ ഇനീഷ്യലി തോട്ട് ലൈക്ക് ഞാൻ ഓൾറെഡി ഒതന്റിക്കേറ്റ് ചെയ്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബേസിക്കലി എന്താ പറയുക, പുതിയ നമ്മളൊരു അക്കൗണ്ട് ഇപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ഗ്രാൻഡ് ചെയ്തിട്ടില്ലായിരുന്നു പെർമിഷൻ. ഓക്കെ, അതാണ് അവിടെ ഇഷ്യൂ അടിച്ചത്. ഓക്കെ, സോ വൺ പെർമിഷൻ ഗ്രാൻഡഡ് ആയതുകൊണ്ട് ഇപ്പം നമുക്ക് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ സ്ട്രൈപ്പ് API നമുക്ക് വരുന്ന, ഫോർ എക്സാമ്പിൾ ഇതിലേക്ക് വരുന്ന, നമ്മളെ സ്ട്രൈപ്പിലേക്ക് വരുന്ന വെബ് ഹുക്ക് ഇവന്റ്സ് ഇവർ നമ്മളെ ഇതിലേക്ക് ഫോർവേഡ് ചെയ്യും. ഓക്കെ, ത്രൂ ദ CLI. അപ്പോൾ ഈ CLI എപ്പോൾ ഓൺ ആയി തന്നെ കിടക്കണം. സോ യു ക്യാൻ സി ഒരു സൈനിങ് സീക്രട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ സൈനിങ് സീക്രട്ട് ആണ് നമ്മൾ അവിടെ കോപ്പി ചെയ്യേണ്ടത്, നമ്മൾ ENVയിൽ. ഞാനത് കോപ്പി ചെയ്തിട്ട് ഇവിടെ സൈനിങ് വെബ് ഹുക്ക് സീക്രട്ട് എന്ന് പറഞ്ഞൊരു കേസ് ഇവിടെ കാണുന്നില്ലേ, അപ്പോൾ ഇവിടെ ആണത് പേസ്റ്റ് ചെയ്യാം. ആക്ച്വലി നമുക്കൊരു ലൈവ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക്, ഐ മീൻ നമ്മൾ ഹോസ്റ്റഡ് അക്കൗണ്ട് ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ബേസിക്കലി നമ്മൾ ലോക്കലി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും പ്രോസസ്സ് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഞാനൊരു ഇവന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇവന്റ് ഫോർ എക്സാമ്പിൾ സ്ട്രൈപ്പ് എന്തൊക്കെ ഇവന്റ്സ് ആണ് ക്യാഷ് ലിസൺ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ, ക്യാഷ് എല്ലാ ഇവന്റ്സും ലിസൺ ചെയ്യില്ല. അപ്പം നമുക്ക് ഇവർ പറയുന്നുണ്ട് വെബ് ബുക്ക് ഇവന്റ്സിൽ ഇത്രയും ഇവന്റ്സ് ആണ് അവർ ലിസൺ ചെയ്യുക. ഒന്ന് കസ്റ്റമർ അപ്ഡേഷൻ, കസ്റ്റമർ സബ്സ്ക്രിപ്ഷൻ ക്രിയേഷൻ, കസ്റ്റമർ സബ്സ്ക്രിപ്ഷൻ ഡിലീറ്റഡ്, അങ്ങനെ ഇങ്ങനത്തെ ഇവന്റ്സ് ആണ് അവർ ലിസൺ ചെയ്യുക. പക്ഷെ ഐ മീൻ നമ്മളെ പാക്കേജ് ഡിസൈൻ ചെയ്യാം. ചില ഇവന്റ്സ് നിങ്ങൾക്ക് ഇതല്ലാതെ കുറേ ഇവന്റ്സ് സ്ട്രൈപ്പ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇവന്റ്സ് വരുന്നുണ്ടെങ്കിൽ നമ്മളത് കസ്റ്റമായി ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഇത്ര ഇവന്റ്സ് ആണ് ലാറാവെൽ കാഷ്വൽ പാക്കേജ് ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യുന്ന ഇവന്റ്സ് ആണ് ഇത്ര ഇവന്റ്സ്. ഓക്കെ, ഓക്കെ, നമ്മൾ ഇവന്റ്സ് ഇന്ന് നമുക്കൊരു ഇവന്റ്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി, ഒരു കസ്റ്റമറിനെ അവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക്
അപ്പം ഞാനൊരു ആഡ് ടെസ്റ്റ് കസ്റ്റമർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇതുള്ള പോലെ തന്നെ യൂസർ നെയിം എടുത്ത് ഓക്കെ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ നമ്മളൊരു സബ്സ്ക്രിപ്ഷനിൽ നമ്മളൊരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഒരു ഇവന്റ് ജനറേറ്റ് ആയി. ലൈക്ക് അവിടെ എന്തായാലും ഒരു കസ്റ്റമർ ക്രിയേഷൻ ഒരു ഇവന്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇവന്റ് നമ്മളിവിടെ ലിസൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളെ CLIയിൽ അത് എത്തിയിട്ടുണ്ട് നമ്മൾ വെബ് ഹുക്കിലേക്ക്. പക്ഷേ ഇവന്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ ചോദിക്കാൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നില്ല. നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന കോഡ് നമ്മൾ വെബ് ഹുക്കിന്റെ എന്താ പറയുക ലിസണറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഇവന്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഇഫ് യു വാണ്ട് ടു ഒരു കസ്റ്റമർ ക്രിയേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബിസിനസ് ലോജിക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നമ്മളെ കോഡിൽ ഹാൻഡിൽ ചെയ്യണം. അപ്പം ലാറാവിൽ ഹാൻഡിൽ ചെയ്യുന്ന കോഡ്സ് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ലാറാവിൽ പ്രൊജക്റ്റ് ബൈ ഡിഫോൾട്ടായി ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ലാറാവിൽ ക്യാഷ്യർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ കാണാം കസ്റ്റമർ ക്രിയേറ്റഡ് എന്ന ഒരു ഇവന്റ് ഹാൻഡിൽ ചെയ്യുന്നില്ല. കസ്റ്റമർ അപ്ഡേറ്റഡും ഡിലീറ്റഡ് ഒക്കെ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ എനിവേ എന്ത് ഓപ്ഷൻ നടന്നാലും എന്ത് സ്ട്രൈപ്പിൽ എന്ത് ഇവന്റ് നടന്നാലും ആ ഇവന്റ് നമുക്ക് വെബ് ബുക്കിലേക്ക് എത്തും. പക്ഷെ വെബ് ബുക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നുള്ളൂ. പാക്കേജ് ലാറാവിൽ ക്യാഷ് പാക്കേജ് ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നുള്ളൂ. ബട്ട് യു ക്യാൻ ഹാൻഡിൽ ബൈ എക്സ്റ്റെൻഡിങ് ദ ദ ഇവന്റ്സ്. ഇത് ക്ലിയർ ആണ്? ഇത്രയും പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പൊ ഇത്രയും പ്രോസസ്സാണ് നമ്മളൊരു ഇന്റഗ്രേഷന് വേണ്ടി ആവശ്യമുള്ളത്. നെക്സ്റ്റ് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊരു പ്രോസസ്സിലേക്ക് നോക്കാം. സോ അതിന് ഞാനൊരു എക്സിസ്റ്റിംഗ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്രാച്ച് ഒരു പ്രൊജക്റ്റ് കാണിച്ചെന്നുള്ളൂ. ഞാൻ ഈ കേസ് തന്നെ യൂസ് ചെയ്തിട്ട് ഈ കേസും നമ്മൾ ബാക്കിയുള്ളതൊക്കെ സെയിം യൂസ് ചെയ്യുന്ന ഒരു എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റ് കാണിച്ചു തരും. അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യും, ബിക്കോസ് വി ക്യാൻ സേവ് ടൈം. ഓക്കെ, ഞാനൊരു ക്യാഷ്യർ എന്നൊരു പ്രൊജക്റ്റ് ഓൾറെഡി ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെറിയ ഡിപ്പെൻഡൻസി ഉണ്ട്. ബട്ട് ഒന്നെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കാം അല്ലേ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ മീൻസ് നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇനീഷ്യലി വിചാരിച്ച നമുക്ക് ടൈപ്പ് ചെയ്ത് ചെയ്യാമെന്നായിരുന്നു. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഇസ് റണ്ണിങ്. ഓക്കെ, ഞാൻ കുറച്ച് പേജസ് കോപ്പി ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് dashboard.blade.page ആണ്. നമുക്ക് ഇതിൽ ബ്ലേഡ് വ്യത്യാസമുണ്ട്. ഓക്കെ, ഫൈൻ. സോ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ കേസ് കോപ്പി ചെയ്ത് നമ്മളതിലേക്ക് പേസ്റ്റ് ചെയ്യാനുള്ളത്. ടൈം കീസ് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇത് നോക്കേണ്ട അതൊരു ഞാനത് ചെയ്തപ്പോൾ ഞാൻ വേറൊരു വേർഷനിലാണ് ചെയ്തത്. അപ്പോൾ ചെറിയ പാക്കേജ് ഡിപ്ലിക്കേഷൻ ഉണ്ട്. നോക്കണ്ട, ഫ്ലോ നോക്കാം. സോ ഇതാണ് ഞാൻ ചെയ്ത വേറൊരു ആപ്ലിക്കേഷൻ. ജസ്റ്റ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോസസ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ,
സിമിലർ ആണ്, നമ്മൾ ഇപ്പോൾ ചെയ്ത മെത്തേഡ് തന്നെയാണ്, പക്ഷെ ഇത് ബ്ലൈൻഡ് ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട്. അഗെയിൻ പാസ്വേഡ്. ഓക്കെ, സോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പ്രൊഡക്ട്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സോ ഈ പ്രൊഡക്ട്സിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ പ്രൈസിങ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാനൊരു ഒരു എന്താ പറയുക, ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്നുള്ളൊരു പേജാണ് വരുന്നത്. സോ ഇഫ് സബ്സ്ക്രൈബ് നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് പ്ലാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഞാനൊരു നെറ്റിൽ നിന്ന് എടുത്തൊരു ഡെമ്മി കോഡാണ്. സോ അതിൽ കുറച്ച് അപ്ഡേറ്റ്സ് വരുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഓക്കെ, സോ ഇവിടെ നോക്കുന്നത് നമ്മൾ ഫസ്റ്റ് യൂസർ ലോഗിൻ ചെയ്തു. നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഇവിടെ ഓത്ത് യൂസർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു കേസ് ചെക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതിന് പ്ലാൻ ചേഞ്ച് ചെയ്യണം. നമ്മൾ കോഡിലേക്ക് പോവാം. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് 3 പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സോ അതിന് പ്രൊഡക്ട്സിൻ്റെ പേജ് എന്നാണ്, ഇതാണ് പേജ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന സബ്സ്ക്രൈബ് നൗ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൈസിങ് പേജിലേക്കാണ് പോണത്. സോ പ്രൈസിങ് ബ്ലേഡ് ആണ്, ഇതാണ് പ്രൈസിങ് ബ്ലേഡ്. ഓക്കെ, സോ ഈ പ്രൈസിങ് ബ്ലേഡിൽ ബേസിക്കലി നമ്മൾ കൊടുത്തിട്ടുള്ളത് കുറച്ച് പ്ലാൻസ്. ഞാൻ ജസ്റ്റ് ഇത് ചേഞ്ച് ചെയ്യാണ് കേട്ടോ, കുറച്ച് ചേഞ്ചസ് വരുത്താണ്. നമുക്ക് 3 പ്ലാൻസ് ഉണ്ട് അസ്യൂം ചെയ്യും. ഒന്ന് ബേസിക് പ്ലാൻ ഉണ്ട്, പ്രീമിയം പ്ലാൻ ഉണ്ട്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു വേറെ പ്ലാൻ ഉണ്ട് എന്റർപ്രൈസ്. അപ്പം ഓരോ പ്ലാനിന് അഗെയിൻസ്റ്റുള്ള പേയ്മെന്റ് വ്യത്യാസമാണെന്ന് അസ്യൂം ചെയ്യുക. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് $49, ഒന്ന് $99, ഒന്ന് $149. അങ്ങനെ ഡിഫറെൻറ്റ് പ്ലാൻസ് ഉണ്ടെന്നാണ്. ഇത്രയും 3 ഡിഫറെൻറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് നമുക്കുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 3 ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഓരോ പ്ലാൻ അഗെയിൻസ്റ്റ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ വൺ ഇസ് ബേസിക് പ്ലാൻ. സോ നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, പ്രൊഡക്ട്സ് കാറ്റലോഗ് പോവുക, ആഡ് പ്രൊഡക്റ്റ് കൊടുത്താൽ നമുക്ക് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ബേസിക് പ്ലാൻ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ, സോ നമുക്കറിയാം ഇതൊക്കെ സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ ആണ് മന്ത്ലി റിക്കറിങ് പേയ്മെന്റ് ആണ് വരിക. ഓക്കെ, സോ ബേസിക് പ്ലാനിൽ ഇപ്പം നമ്മളിവിടെ കൊടുത്ത പേയ്മെന്റ് $49 ആണ്. സോ ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ആഡായി. നിങ്ങൾ കാണാം ബേസിക് $49 പെർ മന്ത്. ഇവിടെ കാണിക്കുന്ന റിക്കറിങ് പേയ്മെന്റ് ആണ്. റിക്കറിങ് പേയ്മെന്റ്സ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയതുകൊണ്ട് മന്ത്ലി റിക്കറിങ് പെർ മന്ത് റിക്കറിങ് പേയ്മെന്റ് ആണ് കാണിക്കുന്നത്. സോ ഞാൻ വേറൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, പ്രീമിയം. സോ ഇവിടെ നമുക്ക് റിക്കറിങ് $99. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെർ ഇയർ ആക്കണോ, എവറി 3 months, അങ്ങനെ കുറേ വീക്ക്ലി, ഡെയിലി, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ബൈ ഡിഫോൾട്ട് നമുക്ക് മെജോറിറ്റി സാസ് ആപ്ലിക്കേഷൻ പെർ മന്ത് അല്ലെങ്കിൽ പെർ ഇയർ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ എക്സാമ്പിളിൽ ഞാൻ ജസ്റ്റ് പെർ മന്ത് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഐ ക്രിയേറ്റിംഗ് തേർഡ് പ്ലാൻ, $149. ഓക്കെ, ഇപ്പം നമ്മൾ 3 പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ലാറാവൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ നിങ്ങൾ കാണാം ഈ മെത്തേഡിലാണ് സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സബ്സ്ക്രിപ്ഷൻ
ന്യൂ സബ്സ്ക്രിപ്ഷൻ എന്ന മെത്തേഡാണ് സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ, ന്യൂ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. കുറെ വേ ഉണ്ട്. വൺ ഇസ് വി ക്യാൻ ജനറേറ്റ് എ പേയ്മെന്റ് ഇൻഡന്റ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെക്ക് ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഏറ്റവും സിമ്പിൾ. സോ ഏറ്റവും താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലേ ഇവിടെ കാണുന്ന മെത്തേഡ്. ഇപ്പം നമ്മൾ യൂസർ ചെക്ക് ഔട്ട് എന്ന് കൊടുത്തിട്ട് പ്രൈസ് കൊടുത്താൽ ഡയറക്റ്റ് ആ യൂസർ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് ചെക്ക് ഔട്ട് ചെയ്യും. സോ ഇഫ് യു മൂവ് ടു സെല്ലിംഗ് സബ്സ്ക്രിപ്ഷൻ, ഇവിടെ നമുക്ക് ഈ രീതിയിലാണ് സബ്സ്ക്രിപ്ഷൻ ചെക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ന്യൂ സബ്സ്ക്രിപ്ഷൻ എന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ന്യൂ സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് ഡീഫോൾട്ട് എന്നൊരു പരം വരുന്നുണ്ട്, ഒന്ന് പ്രൈസ് ബേസിക് മന്ത്ലി എന്നൊരു പരം വേറെ വരുന്നുണ്ട്. ബേസിക്കലി ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ടേബിളിൽ കൊടുക്കുന്ന ഒരു എൻട്രി. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ടേബിൾ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ സെന്ററിൽ യൂസർ ഐ ഡി, ടൈപ്പ്, സ്ട്രൈപ്പ് ഐ ഡി ഇങ്ങനെ കേസ് വരുന്നില്ല. ഇവിടെ ടൈപ്പ് എന്ന കോളത്തിൽ വരുന്ന വാല്യൂ അത് നമുക്ക് കസ്റ്റമർ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഡീഫോൾട്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ടൈപ്പിലെ ഡീഫോൾട്ട് എന്നായിരിക്കും അവിടെ വരാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ 3 പ്രൈസസ് ബേസിക്കലി നമുക്ക് വേണ്ടത് പ്രൈസ് ഐ ഡി ആണ് വേണ്ടത്. കാരണം ആ പ്രൈസ് ഐ ഡി വെച്ചിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്ന പ്രൈസ് ഐ ഡി ആണ്. പ്രൈസ് ഐ ഡി വെച്ചിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്ട്രൈപ്പിന്റെ ചെക്ക്ഔട്ട് പേജിലേക്ക് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമുക്കിവിടെ സൈൻ അപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ ട്രിഗർ ചെയ്യുന്നത് എന്താണ്, ആ ചെക്കൗട്ടിലേക്ക് പോകുന്ന കോഡാണ്. ഇപ്പൊ ജസ്റ്റ് ഞാൻ കോഡ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ നമ്മൾ പോസ്റ്റ് മെത്തേഡ് കോൾ ചെയ്തിട്ട് ചെക്ക്ഔട്ട് പ്രൈസ് ഐ ഡി ആണ് ഡയറക്റ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്ലാൻ അഗെയിൻസ്റ്റ് എന്ത് പ്രൈസ് ഐ ഡി ആണ് വേണ്ടത് ആ പ്രൈസ് ഐ ഡി നമ്മൾ പാസ് ചെയ്തിട്ട് വി ആർ കോളിങ് എ ഫംഗ്ഷൻ കോൾ ചെക്ക്ഔട്ട്. ഓക്കെ, ഇപ്പൊ ചെക്ക്ഔട്ട് എന്ന് പറയുന്നത് ചെക്ക്ഔട്ട് കൺട്രോളറിലുള്ള ഒരു മെത്തേഡാണ് ചെക്ക്ഔട്ട്. സോ ദിസ് ഈസ് എൻ ഇൻവോക്കബിൾ കൺട്രോളർ. ഓക്കെ, ഞാൻ കുറച്ച് കണ്ടീഷൻസ് കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബിക്കോസ് ആ കേസസ് വരുമ്പോൾ പറയാന്ന് വെച്ചിട്ടാണ്. ഓക്കെ, Nia, sorry for the interrupt. yeah, I'm having one question. Like, what is the difference, like subscription checkout and checkout? so checkout, Direct checkout. direct checkout is basically defined. No, if you're buying a product, right, product buy ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്യുന്നതിനാണ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ചെക്ക്ഔട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരു സബ്സ്ക്രിപ്ഷൻ ചെക്ക്ഔട്ട് ബേസിക്കലി സബ്സ്ക്രിപ്ഷൻ ബൈ ചെയ്യുമ്പോൾ റിക്കറിംഗ് പേയ്മെന്റ് കോൺസെപ്റ്റിലാണ് സബ്സ്ക്രിപ്ഷൻ ചെക്ക്ഔട്ടിലേക്ക് വരുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഇപ്പോൾ ഇവരെ ഡോക്യുമെന്റേഷനിൽ നോക്കി നമ്മൾ കാണാം സെല്ലിംഗ് പ്രൊഡക്ട്സ് ആൻഡ് സെല്ലിംഗ് സബ്സ്ക്രിപ്ഷൻസ് ആണ്. സെല്ലിംഗ് സബ്സ്ക്രിപ്ഷൻ്റെ അണ്ടറിലാണ് ഈ സബ്സ്ക്രിപ്ഷൻ ചെക്ക്ഔട്ട് വരുന്നത്. ഓക്കെ, ബേസിക്കലി ഇത് ക്ലിയർ ആണോ? Okay, that's fine. അതായത് പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് റിക്കറിംഗ് പേയ്മെന്റ് വരില്ലല്ലോ. ഡയറക്റ്റ് നിങ്ങൾ കാർട്ട് ആഡ് ചെയ്ത് കാർഡിൽ ചെക്ക്ഔട്ട് ചെയ്യുന്ന മെത്തേഡാണ്. Understand. ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് എ റിക്കറിംഗ് പേയ്മെന്റ്സ്. സോ ഇവിടെ നമ്മൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പ്രൈസസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈസ് ഐ ഡി ആണ് വി ആർ മാപ്പിംഗ് അണ്ടർ ആ പ്രൊഡക്റ്റിന് അഗെയിൻസ്റ്റ് മാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആ പ്രൈസ് ഐ ഡിന്റെ പെർസ്പെക്റ്റീവിലാണ് ഫ്ലോയിങ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ ഞാൻ ബേസിക്കലി ഇനീഷ്യലി ഞാൻ ചെയ്ത ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഇപ്പൊ ഞാൻ ഒരു ചെറിയ അപ്ഡേഷൻ വരുത്തിയല്ലോ. അപ്പൊ ഒന്ന് ലൈഫ് ടൈം പ്രൈസ് എന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബേസിക് പ്രീമിയം എന്റർപ്രൈസ് ഇത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഞാൻ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ വേറൊരു പ്രൈസ് ഉണ്ട്, അത് ലൈഫ് ടൈം ഫ്രീ ആണ്. സോ ലൈഫ് ടൈം ഫ്രീ വരുന്ന സമയത്ത് അവിടെ സിംഗിൾ പേയ്മെന്റ് വരാം, സിംഗിൾ ചാർജ് ആണ് വരിക. അവിടെ എന്ത് വരില്ല, റിക്കറിംഗ് പേയ്മെന്റ് വരില്ല. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ബേസിക്കലി ഇവിടെ എഴുതിയിട്ടുള്ളത് റിക്കറിംഗ് പേയ്മെന്റ് വരുമ്പോൾ
ഹാൻഡിൽ ചെയ്യണതും എന്താ പറയുക സിംഗിൾ ചാർജ് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കണ്ടീഷൻ ബോദർ ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഇവിടെ ചെക്ക് ചെയ്താൽ മതി. സോ വി നീഡ് ടു പാസ് പ്രൈസ് ഐ ഡി. സോ ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷനിലേക്ക് ബൈ ഡിഫോൾട്ട് എന്നുള്ള കീവേഡ് അതേപോലെ കീപ്പ് ചെയ്യാണ്. സോ ടൈപ്പ് വിൽ ബി ദ ഡിഫോൾട്ട്, ദെൻ വി ഹാവ് ടു പാസ് ദ പ്രൈസ് ഐ ഡി. അപ്പൊ അതാണ് ചെക്ക്ഔട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൈസ് ഐ ഡി പാസ് ചെയ്യണത് നമ്മൾ പ്രൈസിങ് പേജിൽ നിന്നാണ്. ഓക്കെ, ഞാൻ പ്രൈസിങ് പേജ് എടുക്കുകയാണെങ്കിൽ ഈ പ്രൈസിങ് പേജിൽ നിന്നാണ് പ്രൈസ് ഐ ഡി പാസ് ചെയ്യുന്നത്. കാരണം പ്രൈസ് ഐ ഡി നമ്മളിവിടെ ഹാർഡ് കോഡ് ചെയ്ത് ചെയ്തിട്ടുള്ള നമ്മളൊരു DB സ്റ്റോർ ചെയ്യാണ്, DB നിങ്ങൾക്ക് ഫെച്ച് ചെയ്യുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാം ഈ കോഡ്. ഓക്കെ, സേ ലൈക്ക് ഞാൻ ഇതിന്റെ പ്രൈസ് ഐ ഡി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് ഐ ഡി ഇവിടെ കിട്ടും. കോപ്പി പ്രൈസ് ഐ ഡി. സോ ഈ പ്രൈസ് ഐ ഡി ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, സിമിലർ ഇതിപ്പോൾ $49 പ്രൈസ് ഐ ഡി ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. സെയിം കേസ് വേറെ എന്താ പറയുക $99 പ്രൈസ് ഐ ഡി നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, so okay, നമ്മൾ ക്യാഷ് ക്ലിയർ ചെയ്യേണ്ടി വരും. ഇപ്പൊ നമുക്ക് എറർ അടിച്ചിട്ടുണ്ട്. ഈ എറർ അടിച്ചെന്താ വെച്ചാൽ നോ സച്ച് പ്രൈസ് എന്നാണ് എറർ അടിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഇപ്പൊ എടുത്ത പ്രൊജക്ട് വേറൊരു സ്ട്രൈപ്പുമായി മാപ്പ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ കീ റിഫ്രഷ് ചെയ്തുകൊണ്ട് യൂസ് ഒപ്റ്റിമൈസ് ക്ലിയർ. ട്രൈ വൺസ് അഗൈൻ. പ്രൈസ് ഇതിലില്ലേ? I think it's better to use same. അവിടെ ചേഞ്ച് വരുത്തേ. ഫ്രണ്ട് എൻഡ് റീബിൽഡ് ചെയ്യണം. ഐ മീൻ ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് വെച്ച് റീബിൽഡ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു അപ്ഡേറ്റ് ആയില്ല ഫ്രണ്ട് എൻഡ്. ഓക്കെ, നൗ ഇറ്റ്സ് ഫ്രണ്ട് എൻഡ് ഈസ് അപ്ഡേറ്റഡ്. ഓക്കെ, ബേസിക്കലി നമ്മൾ എന്താ പറയുക ബ്രീസ് ഒക്കെ യൂസ് ചെയ്യുമ്പം ഫ്രണ്ട് എൻഡ് നമ്മൾ NPM നോഡ് മൊഡ്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം അത് ബാക്കിൽ റൺ ചെയ്ത് ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു യൂസ് NPM റൺ ഡേവ്. അപ്പൊ നമ്മൾ നേരത്തെ ഇപ്പോൾ ബ്ലേഡിൽ വരുത്തിയ ചേഞ്ചസ് ഈ ലിങ്കിൽ അപ്ഡേറ്റ് ആയിട്ടില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക. ഇപ്പൊ ഞാൻ സൈൻ അപ്പ് എന്ന് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് സ്ട്രൈപ്പിന്റെ ചെക്ക്ഔട്ട് പേജിലേക്കാണ് പോയത്. കണ്ടില്ലേ? ഓക്കെ, അവിടെ നമ്മൾ ഓൾറെഡി ഇമെയിൽ അഡ്രസ് കാര്യങ്ങൾ ഫിൽഡ് ആയി കിടക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇവിടെ നടന്നിട്ടുള്ള പ്രോസസ്സ് ഇത്രേ ഉള്ളൂ. സോറി, ഇപ്പൊ നമ്മൾ പ്രൈസിങ്ങിൽ നമ്മൾ $49 പ്രസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ ഫോം അല്ലെ, മെത്തേഡ് പോസ്റ്റ്. നമ്മൾ ഈ റൗട്ട് ചെക്ക്ഔട്ട് റൗട്ട് കോൾ ചെയ്തു, പ്രൈസ് ഐ ഡി ഈ പ്രൈസ് ഐ ഡി പാസ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ചെക്ക്ഔട്ട് എന്ന റൗട്ട് ഒന്നുമില്ല, ആ ചെക്ക്ഔട്ട് കൺട്രോളിനെ ഇൻവോക്ക് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ചെക്ക്ഔട്ട് കൺട്രോളർ ക്ലാസ് ഇൻവോക്ക്. ലൈക്ക് ഇൻവോക്കബിൾ ക്ലാസ് ഉദ്ദേശിക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരു കൺട്രോളറിൽ ഒരു സിംഗിൾ മെത്തേഡ് ഉള്ളെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് ഇൻവോക്കബിൾ മെത്തേഡ്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്തെന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ന്യൂ സബ്സ്ക്രിപ്ഷൻ. ഈ ന്യൂ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഫംഗ്ഷൻ ഇസ് ലാറാവൽ ക്യാഷിന്റെ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനിൽ നമ്മൾ ഡിഫോൾട്ട് ആൻഡ് പ്രൈസ് ഐ ഡി പാസ് ചെയ്ത് വി ആർ ജനറേറ്റിംഗ് എ ചെക്ക്ഔട്ട് പേജ്. ഈ ചെക്ക്ഔട്ട് പേജ് ഡൈനാമിക്കലി ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ക്യാഷിൽ ഹാൻഡിൽ ചെയ്ത് സ്ട്രൈപ്പുമായി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്ട്രൈപ്പിന്റെ അഗെയിൻസ്റ്റ് ഇവിടെ കാർഡ്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഈ കാർഡ് നമുക്ക് പറയുകയാണെങ്കിൽ സ്ട്രൈപ്പിന് സാമ്പിൾ കാർഡ്സ് കിട്ടും.
ഇപ്പം നിങ്ങൾ സാമ്പിൾ കാർഡിന് അടിക്കുകയാണെങ്കിൽ ഇപ്പം ഇതൊരു സാമ്പിളാണ്. 4 to 4 to 4 to അടിച്ചാൽ നിങ്ങൾക്കൊരു സാമ്പിളായിട്ട് സക്സസ്ഫുൾ പേയ്മെന്റ് ട്രിഗർ ചെയ്യാൻ കഴിയും. ജസ്റ്റ് ഒന്നുമില്ല, ഓക്കെ. ഒരു വാലിഡ് ആയിട്ടുള്ള ഡേറ്റ് ഇത് കൊടുത്താൽ മതി. കാർഡ് നമ്പർ 4 to 4 to 4 to അങ്ങനെ കൊടുത്താൽ ഒരു ടെസ്റ്റിംഗ് കാർഡിന്റെ ഒരു കേസാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് സബ്സ്ക്രൈബ്. ഇവിടെ സബ്സ്ക്രിപ്ഷന് യു ആർ സബ്സ്ക്രൈബ്ഡ് എന്ന മെസ്സേജ് വന്നില്ല, ബിക്കോസ് നമ്മൾ ഒരു സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പം നമ്മളിവിടെ സ്ട്രൈപ്പിൽ പോവുകയാണെങ്കിൽ യു ക്യാൻ സി കസ്റ്റമർ nias@gmail.com ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബേസിക് പ്രൊഡക്റ്റ് ഇയാൾ സബ്സ്ക്രൈബ്ഡ് ആയി. പക്ഷെ ഇതിൻ്റെ വെബ് ബുക്ക് നമ്മളിലേക്ക് ഹിറ്റ് ചെയ്തോ ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ചെക്ക്, ബിക്കോസ് നമ്മൾ വെബ് ബുക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലല്ലോ. ക്യാഷ്യറിൽ വെബ് ബുക്ക് നമ്മളിൽ ഓൺ ആക്കി വെച്ചിട്ടില്ല. അപ്പം ഓൺ ആക്കി വെക്കാത്തതുകൊണ്ട് ഈ ചേഞ്ച് നമ്മുടെ ഡി ബിയിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, നമുക്ക് നമ്മൾ ലോക്കൽ ഡി ബി ചെക്ക് ചെയ്താൽ മതി. ഇതിന് ENV ഞാൻ മാറ്റിയിട്ടുണ്ടോ അല്ലല്ലോ. സോ ഇത് ഇതിന് മുന്നേ ചെയ്ത പ്രൊഡക്റ്റിന്റെ ടെസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, I think I have to delete. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടി ട്രിഗർ ചെയ്ത് കാണിച്ചു തരാം. സോ ഐ വിൽ ഗെറ്റ് ആൻ ഐഡിയ. സോ ബേസിക്കലി ഇതിന്റെ കീ മാറിയിട്ടുണ്ട്. ഈ കീ ആണ് വേറെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നല്ലോ, അത് മാത്രമല്ല നമ്മൾ ഓൺ ആക്കി വെച്ചിട്ടുമില്ല. സോ ലോക്കലി ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല, ബിക്കോസ് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ എന്ന് പറഞ്ഞാൽ പുതിയ യൂസറാണ്. നിയാസ് ടെസ്റ്റ് എന്ന ID 5 ആണ്. ഈ സബ്സ്ക്രിപ്ഷനിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടോ? ഈ ക്യാഷ് ഡെമോ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഹലോ, നമ്മൾ ഡി ബിയിൽ എത്തിയിട്ടില്ല. ഡി ബിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നത് യു ഡു നോട്ട് ഹാവ് എനി സബ്സ്ക്രിപ്ഷൻ എന്നാണ്. ഓക്കെ, സോ ഞാൻ ബേസിക്കലി ഒന്നുകൂടി ഒരു അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം, ഒന്നുകൂടി ട്രിഗർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വെബ് ബുക്ക് പോയി റീട്രിഗർ ചെയ്യണം. സോ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ഒരു അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ആയതും കസ്റ്റമർ അപ്ഡേറ്റ് ആയത് ഇതിനൊക്കെ വെബ് ബുക്സ് നമ്മൾ ലോക്കലി റിസീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലോക്കലി റിസീവ് ആയതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തോന്നുന്നു എവിടെ കണക്ഷൻ മിസ്സിംഗ് ഉണ്ട്, അപ്ഡേറ്റ് ആയിട്ടില്ല. നമ്മൾ ലോക്കലി റിസീവ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ ലോക്കൽ ഇതായിട്ട് അപ്ഡേറ്റ് ആവും. ഓക്കെ, ഇപ്പൊ ഞാനൊരു കേസ് കാണിച്ചു തരാം. ഐ തിങ്ക് നമ്മൾ കണക്ട് ചെയ്തത് മൊത്തം മാറിയിട്ടുണ്ട്. ഞാൻ ചേഞ്ചസ് ഒക്കെ ഒന്ന് റോൾ ബാക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഓക്കെ, ഇത് വരുന്നുണ്ട്.
സോ ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര അക്കൗണ്ട് ഡിപ്പെൻഡൻസി ആണ്. നമ്മൾ ചേഞ്ച് വരുമ്പോൾ സിങ്കിങ് കറക്റ്റ് ആയില്ലെങ്കിൽ വർക്ക് ആവില്ല. അപ്പോൾ ഇതിന് മുന്നേ യൂസ് ചെയ്ത അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂ ബിസിനസ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഇപ്പം ന്യൂ ബിസിനസ്സിലാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പം ഇതിൻ്റെ സെറ്റിങ്സ് API keys ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാം. ബേസിക്കലി വെബ് ബുക്സ് ഒക്കെ നമ്മൾ ലോക്കലി ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ കേസ്. മറ്റേ നമുക്ക് ഡയറക്റ്റ് വർക്കാവും. അഗൈൻ ഒതൻറ്റിക്കേറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ അക്കൗണ്ട് മാറും. ഒരു ഡമ്മി എൻ പോയിന്റ് വരുന്ന ആഡ് ആയി പോകാനോ? ഡമ്മി എൻ പോയിന്റ് ആഡ് ചെയ്യാൻ പറയാം. എനിവേ ഓക്കെ. സോ ഇതിൽ ഞാൻ ഓൾറെഡി ചെയ്തൊരു യൂസറെ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കണം കേട്ടോ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് വർക്ക്. ഓക്കെ, ഓക്കെ. നമ്മളിപ്പോൾ ഒരു സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നടക്കുന്ന ഇവന്റ്, അതായത് ഫോർ സേ ലൈക്ക് നമ്മളൊരു വൺസ് ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഇതിലുള്ള പ്രൊഡക്ട്സ് നോക്കുക. ഇത് വേറൊരു അക്കൗണ്ടാണ്. ജസ്റ്റ് ഞാൻ ഇതൊരു ചെയ്ത പ്രൊഡക്ട്സ് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നമ്മൾ വേറെ കുറച്ച് പ്രോഡക്ട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അത് ജസ്റ്റ് ബേസിക്കലി ഒരു സിംഗിൾ പ്രൊഡക്റ്റിൽ തന്നെ 3 പ്രൈസ് ആഡ് ചെയ്ത് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് 4.99 പെർ മന്ത്, അനദർ ഇസ് 34.9 പെർ ഇയർ, ആൻഡ് വൺ ഇസ് ലൈഫ് ടൈം ഫ്രീ എന്ന രീതിയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തത് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ മാപ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ് കാണിച്ചത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ പറയുക, ഒരു സെയിം പ്രൊഡക്റ്റിന് തന്നെ ഡിഫറെൻറ്റ് പ്രൈസിങ് ആഡ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഞാനൊരു അഗെയിൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. വേറെ യൂസർ.
സമയം എത്ര മണി വരെ നമുക്കുള്ള? നമുക്കൊരു 9 മണി വരെ പിടിക്കാം. 9, 9:15. മാറാത്ത ഫ്രണ്ട് എൻഡ് മാറില്ലല്ലോ. കഴിഞ്ഞ തവണ 9:30 വരെ പോയിട്ടുണ്ടായിരുന്നു. 9:30 വരെ. ഇല്ലേ, ഞാൻ മാറ്റിയത് പഴയത് റോൾ ബാക്ക് ചെയ്തില്ലായിരുന്നു. ഇല്ലല്ലേ? See. ഓക്കെ, സംഭവം എന്താ വെച്ചാൽ എന്തോ ഞാൻ ചെയ്തിട്ട് ഇതിൽ പ്രോപ്പർ നമുക്ക് ഡീബഗ് ചെയ്യാൻ സമയമുണ്ടോ അറിയില്ല. ഓക്കെ, ഞാൻ ഈ യൂസറിന്റെ പെർസ്പെക്റ്റീവ് എടുക്കാം. അപ്പോൾ ടെസ്റ്റ് എന്താ പറയാ, ടെസ്റ്റ് എന്ന് പറഞ്ഞ യൂസറാണിത്. നമ്മൾ ഈ യൂസർ പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ യൂസർ. ഓക്കെ, ഇപ്പോൾ യൂസർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണാം, ഈ യൂസർക്ക് 2 സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവായി കിടക്കുന്നുണ്ട്, ബില്ലിംഗ് മന്ത്ലി ആൻഡ് ബില്ലിംഗ് ഇയർലി. ഓക്കെ, 2 ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് സബ്സ്ക്രിപ്ഷന് ആക്റ്റീവായി കിടക്കുന്നുണ്ട്. സോ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ക്രിയേറ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന സംഭവം ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇതിൻ്റെ ചെക്കൗട്ട് കൺട്രോളറിൽ നമ്മൾ ട്രിഗർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ന്യൂ സബ്സ്ക്രിപ്ഷൻ ആണ്. ന്യൂ സബ്സ്ക്രിപ്ഷൻ ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന എന്തായിരിക്കും, ഒരു പുതിയ സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന പർപ്പസ് മാത്രമേ ഇവർ നോക്കുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്ക് ഓൾറെഡി ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ക്യാൻസൽ ചെയ്തിട്ട് വേണം പുതിയ സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, എക്സിസ്റ്റിംഗ് യൂസർക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് ആ സബ്സ്ക്രിപ്ഷന് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ നമുക്ക് പ്രൊറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനത്തെ ലോജിക്സ് ഒക്കെ നമ്മളാണ് എഴുതുക, എന്ത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു യൂസർക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ ചെക്ക് ചെയ്യാൻ നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ഒരു യൂസർ സബ്സ്ക്രൈബ്ഡ് ആണോ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ഈ യൂസർ പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ഞാൻ DBയിലുള്ള ചേഞ്ച് ഒന്ന് കാണിച്ചു തരാം. ഇതല്ല യൂസർ. നമുക്ക് ഈ ഇതന്നെ എടുത്താൽ മതി, വേറെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ കാണാം ഈ യൂസറിന്റെ അഗെയിൻസ്റ്റ് ഇവിടെ ഒരു സ്ട്രൈപ്പ് ID-യിൽ ഒരു ID ക്രിയേറ്റ് ആയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന കോൾ ബാക്ക് നമ്മൾ ലിസൺ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ലാറാവലിൻ്റെ ഈ ക്യാഷിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ കോൾ ബാക്ക് വന്ന് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഒരു കസ്റ്റമർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കസ്റ്റമർ സ്പെസിഫിക് ആയിട്ട് ഒരു കസ്റ്റമർ ID സ്ട്രൈപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ കോൾ ബാക്ക് ലിസൺ ചെയ്ത് ഓട്ടോമാറ്റിക്കലി അതൊക്കെ ഇതിലേക്ക് ബൈൻഡ് ചെയ്യും. ഇപ്പം നമ്മൾ ക്യാഷ്യറിൻ്റെ ത്രൂ വന്ന കോളമാണ് സ്ട്രൈപ്പ് ID. ഓക്കെ, അത് ഇതിലേക്ക് ബൈൻഡ് ചെയ്യും. അതേപോലെ സബ്സ്ക്രിപ്ഷനും ബൈൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പം ഇതിൽ ഇയാൾ ചെയ്ത സബ്സ്ക്രിപ്ഷൻ ഇവിടെ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരാൾ തന്നെ മൾട്ടിപ്പിൾ സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളെ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങൾ കാണാം യൂസർ ID 3 എന്ന് പറഞ്ഞ യൂസറാണ് അല്ലേ, ഇതിൽ യൂസർ ID 3 എന്നുള്ള യൂസറാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ യൂസർ ID-ൻ്റെ കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ 3 എന്നുള്ള സബ്സ്ക്രിപ്ഷനിൽ 2 ഇവിടെ കണക്ട് ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, 2 സബ്സ്ക്രിപ്ഷൻ ഇവിടെ ആക്റ്റീവായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് തന്നെ മൾട്ടിപ്പിൾ സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് 2-3 എന്താ പറയുക ആഡ് ഓൺസ് ഉണ്ട്. ആഡ് ഓണിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഡിഫറെൻ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതല്ല നമുക്ക് ഫോർ എക്സാമ്പിൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉള്ള ആളെ ഇയർലിയിലേക്ക് മാറ്റുന്ന കേസാണ്. അപ്പോൾ നമുക്ക് മന്ത്ലി ക്യാൻസലാക്കി ഇയർലി പോകണം.
അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണത് നമ്മൾ തന്നെ ലോജിക്ക് എഴുതിയിട്ട് ചെക്ക് ചെയ്യുന്ന മെത്തേഡാണുള്ളത്. ഓക്കെ, ലോജിക്ക് ചെയ്താൽ ഭയങ്കര സിമ്പിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ഒരാൾ സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ ജസ്റ്റ് എന്ത് കോൾ ചെയ്താൽ സബ്സ്ക്രൈബ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ യൂസർ ഇംപ്ലൈ സബ്സ്ക്രൈബ്സ്. ഇതൊക്കെ സ്കോപ്പ് ഫംഗ്ഷൻ ആണ്, ഓൾറെഡി ഡിഫൈൻഡ് ചെയ്തിട്ടുള്ള ക്യാഷ് ഡിഫൈൻഡ് ചെയ്ത ഫംഗ്ഷൻസ് ആണ്. ഇത് കോൾ ചെയ്യുകയാണെങ്കിൽ അയാൾ സബ്സ്ക്രൈബർ ആണെങ്കിൽ യു ആർ സബ്സ്ക്രൈബ് എന്ന് പറയും. ഓക്കെ, സബ്സ്ക്രൈബ് ടു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നതൊക്കെ പ്രൊഡക്റ്റിന്റെ ഐഡിയ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ യൂസർ ടിങ്കർ വഴി എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ടിങ്കർ വെച്ച് കാണിച്ചു തരാം. യൂസർ ഐ ഡി എന്താണ്? 3 അല്ലേ? ഓക്കെ, അപ്പോൾ ആ യൂസർ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്ത് നോക്കാം? ഇവർ പറഞ്ഞ മെത്തേഡ്സും ചെക്ക് ചെയ്യാം. യൂസർ സബ്സ്ക്രൈബ്ഡ് എന്ന മെത്തേഡ് ബേസിക്കലി ആ യൂസർ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണോ എന്ന് ഡിഫൈൻ ചെയ്യാനാണ്. സബ്സ്ക്രൈബർ ആണെങ്കിൽ ട്രൂ വരും. പിന്നെ ആൾ ഏത് പ്രൊഡക്റ്റിലാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇയാളെ പെർസ്പെക്റ്റീവിൽ ആൾക്ക് 2 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? മാറിപ്പോയോ? 2 ചാനലിലാണോ ഞാൻ എടുത്തത്? ഐ തിങ്ക് ഞാൻ 2 ഡിഫറെൻറ്റ് സ്ട്രൈപ്പിലാണ് അപ്ഡേറ്റ് ചെയ്തതെന്ന് അറിയില്ല. ഓക്കെ, ഫൈൻ. അപ്പം ഈ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 1 ആക്റ്റീവ് പ്രൊഡക്റ്റേ ഉള്ളൂ. ബാക്കി ഞാനൊന്ന് ക്യാൻസൽ ചെയ്തു ഇവിടെ തന്നെ. എനിക്ക് തോന്നുന്നു ഞാൻ കണക്ട് ചെയ്ത സ്ട്രൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. എനിവേ, ഇപ്പോൾ യൂസർ സബ്സ്ക്രൈബ്ഡ് ആണോ വെച്ചാൽ യൂസർ സബ്സ്ക്രൈബ്ഡ് ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? യൂസർ ഏത് പ്രൊഡക്റ്റിനാണ് സബ്സ്ക്രൈബ് ചെയ്ത്. ഇതൊക്കെ നമ്മൾ ആ പ്രൊഡക്റ്റ് ഐ ഡിയും ആ പ്രൈസ് ഐ ഡിയും ആണ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഏത് പ്രൈസിനാണ് അയാൾ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആ പ്രൈസ് ഐ ഡി പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ആക്ച്വലി ഉണ്ടെങ്കിൽ ആ സ്പെസിഫിക് എന്താ പറയുക ട്രൂ ആണ് വരാം. ട്രൂ ആണെങ്കിൽ ബേസിക്കലി ആ ഇത് പ്രൈസ് ഐ ഡിയിൽ മാപ്ഡ് ആണെന്ന് അർത്ഥം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ലോജിക്കും സിമിലർ ആണ്. ഇപ്പം ഈ പേജ് കാണുന്നത് അയാളുടെ ഡാഷ്ബോർഡ് ആണ്. ഓക്കെ, സോ യു ആർ സബ്സ്ക്രൈബ് ടു ദ ഇയർലി പ്ലാൻ. ഓക്കെ, അപ്പോൾ ആ ഇയർലി പ്ലാൻ സബ്സ്ക്രൈബ്ഡ് ആണ്. അയാൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാൻ അവിടെ ക്യാൻസൽഡ് ആവും. അപ്പം ഞാൻ എന്താ പറയുക, നമുക്കൊരു ലോജിക്ക്, പിന്നെ ഇതിൽ വരുന്ന ലോജിക്ക് വരുന്ന എന്താ വെച്ചാൽ ഒരു പ്ലാൻ എടുത്ത് അയാൾ വേറെ പ്ലാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് പ്രോറേറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പ്രോറേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ സേ ലൈക്ക് ഒരാളൊരു പ്ലാൻ എടുത്ത് ഒരു $99 പ്ലാൻ എടുത്തു. ഓക്കെ, അത് നെക്സ്റ്റ് 10 ഡേയ്സ് കഴിഞ്ഞിട്ട് അയാൾ $199 പ്ലാനിലേക്ക് മാറുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി $99 പ്ലാൻ എടുത്താൽ 10 ഡേയ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി 20 ഡേയ്സ് യൂസ് ചെയ്തിട്ടില്ല. ഇവരെന്ത് ചെയ്യും? സ്ട്രൈപ്പിന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് പേയ്മെന്റ് എമൗണ്ട് വാങ്ങുന്നുണ്ടാവാം. ഓക്കെ, കംപ്ലീറ്റ് എമൗണ്ട് വാങ്ങുന്നുണ്ടായിരിക്കില്ല. അതിനാണ് പ്രോറേറ്റ് എന്ന് പറയാം. ഓക്കെ, പ്രോറേഷൻ എന്ന് സെർച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പ്രോറേറ്റ് അതായത് ഇപ്പം നമുക്കൊരു സാധാരണ കേസിൽ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്ത് ആ സബ്സ്ക്രിപ്ഷൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക ഡൗൺഗ്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് വരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സ്വാപ്പ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം അതിനവിടെ സ്വാപ്പ് എന്നൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് ബൈ ഡീഫോൾട്ട് നമ്മൾ ഈ പ്രോറേറ്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് ഇവർ പ്രോറേറ്റ് ചെയ്തിട്ടാണ് സ്വാപ്പ് ചെയ്യുക. അതായത് ഒരു സബ്സ്ക്രിപ്ഷനിൽ വേറെ സബ്സ്ക്രിപ്ഷനിൽ മാറുന്ന സമയത്ത് ദേ വിൽ കാൽക്കുലേറ്റ് ദ പ്രൈസ് ഡിഫറൻസ്. ഇപ്പോൾ എക്സ്ട്രാ വരുന്ന പ്രൈസ് ആയിരിക്കും നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഇപ്പം നമ്മൾ നോ പ്രോറേറ്റ് കൊടുത്താൽ സംഭവിക്കുക വെച്ചാൽ എക്സ്ട്രാ വരുന്ന എന്ത് ചെയ്യില്ല, എമൗണ്ട് എടുക്കില്ല. അതായത് ഇപ്പോൾ ഒരു $99 പ്ലാൻ എടുത്ത് 10 ഡേയ്സ് യൂസ് ചെയ്തു. അതിനുശേഷം ഞാൻ $199 പ്ലാൻ എടുക്കുകയാണെങ്കിൽ യൂസർ $199 അഗെയിൻ പേ ചെയ്യണം. ആ പ്രോറേഷൻ വർക്ക് ആവില്ല. അതാണ് നോ പ്രോറേറ്റ് കൊടുത്താൽ ഇറ്റ് വിൽ നോട്ട് പ്രോറേറ്റ്. സോ ബൈ ഡീഫാൾട്ട് ആയിട്ട്
അവിടെ പ്രൊറേറ്റ് വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ നടക്കുന്ന കേസ് എന്താ വെച്ചാൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ഒരു പ്ലാൻ എടുത്ത് നമുക്ക് ഒരു പ്ലാനിന് ഇപ്പം ഇവർ ചെയ്യുന്ന എന്താ വെച്ചാൽ പ്ലാൻ എടുത്ത് പ്ലാനിൻ്റെ എഗെയിൻസ്റ്റ് നമുക്കൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് സ്വാപ്പ് ആൻഡ് ഇൻവോയ്സ് എന്നൊക്കെ ഒരു കോൺസെപ്റ്റ്. ഇപ്പോൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻവോയ്സിൻ്റെ എഗെയിൻസ്റ്റ് ആണ് പേയ്മെന്റ് വരിക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ആ ഇൻവോയ്സ് നമുക്ക് യൂസർക്ക് ബിഫോർ ദ പേ ചെയ്യുന്ന ഇൻവോയ്സ് ഫിസിക്കലി കാണിച്ചു കൊടുത്തിട്ട് ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് പേ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാം. അപ്പോൾ ഒരു യൂസറിന് ഒരു ഐഡിയ ഉണ്ടാവും അയാൾക്ക് എത്ര പേ ചെയ്യേണ്ടത്. ഇൻവോയ്സ് അവിടെ നമുക്ക് ആ ഇൻവോയ്സ് ഡാറ്റ ഡയറക്റ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനൊരു സെയിം കോഡ് തന്നെ ഞാൻ ജസ്റ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ വിൽ ഷോ ദിസ് ഹോസ്റ്റഡ് കോഡ്. അത്ര ഡീറ്റെയിൽ. ഓക്കെ, ലോക്കൽ കേസ് എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തതിൽ എന്താ മിസ്റ്റേക്ക് ഉണ്ട്. ഇത്രയും പറഞ്ഞ ക്ലിയർ ആണ്? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്ന് വെച്ചാൽ കുറച്ച് വാസ്റ്റ് ആണ് നമുക്ക്. പിന്നെ ഞാൻ കണക്ട് ചെയ്തതിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് ഇവിടെ. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ലോക്കലി കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിൽ എനിക്ക് തോന്നണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. രണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. കാരണം നമുക്ക് ആ കോൾ ബാക്ക് വന്നിട്ടില്ല. ഇത് ഭയങ്കര ഈസിയാണ് ബേസിക്കലി. പക്ഷെ നമ്മൾ ലോക്കലി എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ രണ്ട് അക്കൗണ്ട് ചെക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കണക്ട് ചെയ്ത അക്കൗണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതായിരിക്കും. കോൾ ബാക്ക് വരാഞ്ഞാൽ കറക്റ്റായിട്ട് വർക്കാവില്ല. നമുക്ക് ഒന്നുകൂടി കോൾ ബാക്കിന്റെ കേസ് നോക്കാട്ടോ. ഈ കേസും ഇതിന്റെ കേസും കറക്റ്റ് അല്ലേ? കേസ് അവിടെ ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യുന്ന സമയത്ത്. ലൈവിലല്ലേ? ഇല്ല, ലൈവിലല്ല, ലോക്കൽ തന്നെ ചെക്ക് ചെയ്യാം. ലൈവില് ഞാൻ ഡെമ്മി ആക്കി വെച്ചെന്നുള്ളൂ. ഇത് ലൈവ് യു ആർ നോക്ക്. ആ, യു ആർ ലോക്കൽ ലൈവ് അല്ലേ? പറഞ്ഞു നന്നായി, താങ്ക് യു. എന്തായാലും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഹോസ്റ്റ് ചെയ്യില്ലല്ലോ, ലോക്കലി വേറെ എന്താ ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കട്ടെ.
സബ്സ്ക്രിപ്ഷൻ ഇല്ല, അത് ഓക്കെയാണ്. സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ വെബ് ബുക്ക് ഇത് വിറ്റാവുണ്ടോ? വെബ് ബുക്ക് ഇറ്റാവുന്നുണ്ടാവും, പക്ഷെ നമ്മളിതിൽ ഇറ്റാവുണ്ടോ എന്ന് അറിയണ്ട. ഇതിലേക്കാണ് ക്യാഷ് ടെസ്റ്റിലേക്ക് ഇറ്റാവുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അത് വർക്കായില്ല? ഇപ്പോൾ വന്നു, ഇപ്പോൾ ഓക്കെയാണ്. ഓക്കെ, ഇപ്പോൾ ഈ യൂസറിന്റെ പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ കണക്ട് ചെയ്തതിൽ ഞാൻ എടുത്ത സ്ട്രൈപ്പ് 2-3 സ്ട്രൈപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ ഏതെങ്കിലും സ്ട്രൈപ്പ് മാറിപ്പോകും. ഓക്കെ ഓക്കെ, ബേസിക്കലി ഇവിടെ നടന്ന ഒരു പ്രോസസ്സ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓവറോൾ ഐഡിയ, നമ്മളിപ്പോൾ പ്രൈസിങ് ഡോട്ട് ബ്ലേഡിലാണ് നമ്മൾ ഡയറക്റ്റ് പ്രൈസ് ഐ ഡി ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ കേസ് പറയുകയാണെങ്കിൽ പ്രൈസിങ് ഡോട്ട് ബ്ലേഡ് ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ലോക്കൽ ആപ്ലിക്കേഷൻ. ഇതിൽ ഒരേ സബ്സ്ക്രിപ്ഷൻ തന്നെ 3 പ്രൈസിങ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആക്കി കൊടുക്കാം, എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ പ്രൈസിങ് ഐ ഡി ആണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് പാസ് ചെയ്തു. ചെക്കൗട്ട് കൺട്രോളറിൽ ആകെ ചെയ്യുന്നത് ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ന്യൂ സബ്സ്ക്രിപ്ഷൻ മെത്തേഡ് കോൾ ചെയ്യാണ് ഡീഫാൾട്ട്. ഈ ഡീഫാൾട്ട് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, ആ പ്രൊഡക്റ്റിന്റെ പേര്. ഇപ്പൊ ചില കേസിൽ ആൾക്കാർ പ്രൊഡക്റ്റിന് പേര് കൊടുക്കും. ഫോർ എക്സാമ്പിൾ പ്രൊഡക്റ്റ് എ എന്ന പ്രൊഡക്റ്റ് ആണ്, യു ക്യാൻ ഗീവ് പ്രൊഡക്റ്റ് എ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടേബിളിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ത് പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ കോമൺലി പ്രൊഡക്റ്റ് നെയിം കൊടുത്താൽ മതി അവിടെ. ഇപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉള്ളെങ്കിൽ ഡീഫാൾട്ട് തന്നെ കൊടുത്താലും ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. ഇപ്പൊ നിങ്ങൾ കാണപ്പോൾ രാഖി എന്ന യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, യൂസർ ഐ ഡി 8. സബ്സ്ക്രിപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ടൈപ്പ് പ്രൊഡക്റ്റ് മീൻസ് ഡീഫാൾട്ട് ആണെന്നുള്ളത്, ബിക്കോസ് നമ്മളത് അങ്ങനെ പാസ് ചെയ്തുകൊണ്ടാണ് ഡീഫാൾട്ട് എന്ന് വന്നത്. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് എ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രൊഡക്റ്റ് എ. ഓക്കെ, അപ്പോൾ അത്രയുള്ള ടൈപ്പിന്റെ പെർസ്പെക്റ്റീവ്. ഇനി നമ്മുടെ ഡാഷ്ബോർഡ് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഓൾറെഡി ആ സബ്സ്ക്രിപ്ഷൻ ഡീഫാൾട്ട് സബ്സ്ക്രിപ്ഷൻ ഉള്ള യൂസർ ആണോ നോക്കും. ഓക്കെ, ആണെങ്കിൽ ഇന്ത്യയിൽ ഓൾറെഡി ഒരു പ്ലാൻ ടേബിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി ഒരു പ്ലാൻസ് ഇതൊക്കെ സീഡ് ചെയ്ത ടേബിൾ ആണ്. പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിളിൽ എല്ലാ പ്രൈസ് ഐ ഡി വെച്ച് ഞാൻ സീഡർ വെച്ച് സീഡ് ചെയ്തതാണ്. ഓക്കെ, ഇത് അപ്പം ഈ പ്രൈസസ് ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ അതായത് ചെക്ക് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ നോക്കും. സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിന് ആ സ്ട്രൈപ്പ് ഐ ഡി വെച്ചിട്ട് കമ്പയർ ചെയ്യാ ചെയ്യുന്നത്. ഓക്കെ, ഈ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ഇതെടുത്താലും ഈ യൂസർ എടുത്ത ആ യൂസറിന്റെ സബ്സ്ക്രിപ്ഷൻ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഫെച്ച് ചെയ്തു, സബ്സ്ക്രിപ്ഷനിലെ പ്രൈസ് ഐ ഡി നമ്മൾ ഗെറ്റ് ചെയ്തു, പ്രൈസ് ഐ ഡി കമ്പയർ ചെയ്തിട്ടാണ് പ്ലാൻ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ സ്പെസിഫിക് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ കാണിക്കുന്നത്, ഡാഷ്ബോർഡ് എടുക്കുന്ന സമയത്ത് യു ആർ സബ്സ്ക്രൈബ് ഓൺ മന്ത്ലി പ്ലാൻ, നാളെ നെക്സ്റ്റ് റിന്യൂവൽ ഡേറ്റ് നമ്മൾ കാണിക്കുക ചെയ്യുന്നത്. സോ നെക്സ്റ്റ് റിന്യൂവൽ ഡേറ്റ് കാണിക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു യൂസർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്. സോ അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ടിങ്കർ എടുത്ത് ആ ഒബ്ജക്റ്റിനെ അനലൈസ് ചെയ്താൽ മനസ്സിലാവും. സബ്സ്ക്രിപ്ഷൻ ഡീഫാൾട്ട് എന്ന് കൊടുത്താൽ ആ കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്ഷൻ ഫെച്ച് ആയിട്ട് വരും. ഇയാൾക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ഫെച്ച് ആയിട്ട് വരും. ഓക്കെ, ഈ സബ്സ്ക്രിപ്ഷൻ ഒബ്ജക്റ്റിൽ നമുക്ക് ഇവിടെ സ്ട്രൈപ്പിന്റെ ഐ ഡി ഉണ്ട്, സ്ട്രൈപ്പിന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, സ്ട്രൈപ്പിന്റെ പ്രൈസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഐ ഡി ആണ്. ഓക്കെ, എവിടെയൊക്കെ നമ്മൾ സ്ട്രൈപ്പ് പ്രൈസ് എന്നുള്ള ആട്രിബ്യൂട്ട് കാണുന്നുണ്ടോ അവിടെയൊക്കെ പാസ് ചെയ്യേണ്ടത് ഐ ഡി ആണ്. എവിടെയൊക്കെ സ്ട്രൈപ്പ് പ്രൊഡക്റ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് കാണുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ പ്രൊഡക്റ്റിന്റെ ഐ ഡി ആണ് പാസ് ചെയ്യേണ്ടത്. നെയിം അല്ല പാസ് ചെയ്യേണ്ടത്, യു ഹാവ് ടു പാസ് ഐ ഡി. ഓക്കെ, അപ്പൊ അത് ആലോചിക്കുക, നിങ്ങൾ എവിടെയൊക്കെ നമ്മളൊരു മെത്തേഡിലൊക്കെ നമ്മൾ ഒരു ഡോക്യുമെന്റേഷനിലൊക്കെ പ്രൈസ് എന്നൊക്കെ കാണിക്കുള്ളൂ, പക്ഷേ യു ഹാവ് ടു പാസ് പ്രൈസ് ഐ ഡി ആണ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ,
ഇവിടെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിൽ എടുക്കുകയാണെങ്കിൽ ആ സ്ട്രൈപ്പിന്റെ എല്ലാ ഡീറ്റെയിൽസ് വരും. ഇപ്പം നമ്മളിപ്പം യൂസർ സബ്സ്ക്രിപ്ഷൻ ഡിഫോൾട്ട് ആസ് സ്ട്രൈപ്പ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഈ മെത്തേഡ് മാപ്പ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, സോ ഈ ഡീറ്റെയിൽസിൽ എന്തുണ്ടാവും? അയാളെ കസ്റ്റമർ ID ഉണ്ടാവും. അയാൾ ഫോർ എക്സാമ്പിൾ $US അയാളെ എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് എൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ കറണ്ട് പീരീഡ് എൻഡ് ഇവിടെ ടൈം സ്റ്റാമ്പായി കൊടുത്തിട്ടുണ്ട്. അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് കാർബൺ വെച്ച് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് കാണിക്കുന്നത്? റിന്യൂവൽ ഡേറ്റ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ആക്റ്റീവ് ആണോ ആക്റ്റീവ് അല്ലേ എന്ന് കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഒരാൾ ഗ്രേസ് പീരീഡിലാണ്. ഒരാൾ ഒരു സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ അയാൾ ഗ്രേസ് പീരീഡ് അയാൾക്ക് ആക്ച്വൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവില്ല, ക്യാൻസലായി. അപ്പം നെക്സ്റ്റ് ക്യാൻസൽ ആക്കുന്ന സമയത്ത് എന്താ ആക്ച്വൽ നടക്കുന്നത് വെച്ചാൽ, സബ്സ്ക്രിപ്ഷൻ ക്യാൻസലായി ബട്ട് അയാൾക്ക് ആ വാലിഡിറ്റി വരെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അയാൾ ഒരു 10 days ഉണ്ടെങ്കിൽ, ഐ മീൻ 10 days മോർ വാലിഡിറ്റി ഉണ്ടെങ്കിൽ ആ വാലിഡിറ്റി എന്താണെന്ന് വരെ അയാൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ക്യാൻസൽ നൗ എന്നൊരു മെത്തേഡ് ഉണ്ട്. ക്യാൻസൽ നൗ എന്നൊരു മെത്തേഡ് വരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യും. ഇപ്പൊ ക്യാൻസൽ മെത്തേഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ ആണോ, ക്യാൻസൽ നൗ കൊടുത്താൽ ഇമ്മീഡിയറ്റ് ക്യാൻസൽ ആവും. വെറും ക്യാൻസൽ എന്ന് കൊടുത്താൽ അയാൾക്ക് ആ സബ്സ്ക്രിപ്ഷൻ എത്രത്തോളം ടൈം ഉണ്ടോ അത്രയും ടൈം അവൾക്ക് യൂസ് ചെയ്യാം. ആ ടൈമിനെ വിളിക്കുന്ന പേരാണ് ഗ്രേസ് പീരീഡ്. ഓക്കെ, അപ്പൊ അയാൾ ഗ്രേസ് പീരീഡിലാണെങ്കിൽ അയാളുടെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ലോജിക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ അയാൾ ഗ്രേസ് പീരീഡ് ആണോ നോക്കും. ഗ്രേസ് പീരീഡ് അല്ലെങ്കിൽ ആക്റ്റീവ് എന്ന് കാണിക്കും. ഗ്രേസ് പീരീഡ് ആണെങ്കിൽ അയാൾ ഗ്രേസ് പീരീഡ് ആണോ, അങ്ങനെ നമുക്കൊരു ഇൻഫോ ഇവിടെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അത്രയാണ് ഇവിടെ വരുന്നത്. ഈ ഒബ്ജക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒബ്ജക്റ്റ് വഴി നിങ്ങൾ കുറേ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എത്ര എമൗണ്ട് ആണ് ഇത് ഇവിടെ എമൗണ്ട് കാണിക്കുന്നത് $4.99 സെൻസിലാണ് കാണിക്കുക. ദാറ്റ് മീൻസ് $4.99 ബൈ 100 ചെയ്താലാണ് ഡോളറിൽ വരാം. ഓക്കെ, ഏത് പ്രൊഡക്റ്റ് ആണ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചില പ്രൊഡക്റ്റ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് 10 ക്വാണ്ടിറ്റി ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി പാരാമീറ്റർ അവിടെ വരും. ഓക്കെ, ഇനിയിപ്പോ ഇതില് ഈ ജസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലുള്ളത് ക്യാൻസൽ പ്ലാൻ ആണ്. ക്യാൻസൽ പ്ലാൻ ഒന്നും ഇല്ല, ജസ്റ്റ് ഇത് ട്രിഗർ ചെയ്യുന്ന സമയത്ത് ആ ക്യാൻസൽ ചെയ്യുന്ന ഐ മീൻ ക്യാൻസൽ ഫംഗ്ഷൻ അവിടെ കോൾ ആവും. സോ അത് ഞാൻ ജസ്റ്റ് ഒരു ബില്ലിംഗ് കൺട്രോളർ എന്ന് പറഞ്ഞൊരു കൺട്രോളറിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്യാൻസൽ ചെക്ക് ചെയ്യുന്ന ഒന്നുമില്ല, അയാൾ ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ നോക്കും. സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നൊരു മെത്തേഡാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ജസ്റ്റ് ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുക അയാൾ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽഡ് ആയി. ഈവൻ ഇത് ക്യാൻസൽഡ് ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി ക്യാൻസൽഡ് ആവില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മളിപ്പോൾ ഇയാളെ യൂസറിലേക്ക് പോവാണെന്ന് വെച്ചോ, കസ്റ്റമേഴ്സ് എടുത്ത് ഇതാക്കി ആ യൂസറിലേക്ക് പോവുകയാണെങ്കിൽ യു ക്യാൻ സി ആക്റ്റീവ് ആണ് സബ്സ്ക്രിപ്ഷൻ ബട്ട് 28 ഡിസംബർ ആവുന്ന സമയത്ത് അത് ക്യാൻസൽഡ് ആവും. ഓക്കെ, ആ ഒരു ഇൻഫോൺ അവിടെ വരുന്നുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഞാൻ നെക്സ്റ്റ് കൊടുത്തപ്പോൾ ഇയാൾക്ക് റീസബ്സ്ക്രൈബ് ചെയ്യണം, തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഒന്നുമില്ല, അത് റെസ്യൂം കൊടുത്താൽ റീസബ്സ്ക്രൈബ് ആവും. ഓക്കെ, അപ്പം ഇതാണ് റീസബ്സ്ക്രൈബ് ചെയ്യാനുള്ള മെത്തേഡ്. ആ സബ്സ്ക്രിപ്ഷൻ ഫെച്ച് ചെയ്തിട്ട് റെസ്യൂം ചെയ്യാം. പക്ഷെ റെസ്യൂം ചെയ്യണമെങ്കിൽ അയാൾ ഗ്രേസ് പീരീഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഗ്രേസ് പീരീഡ് ആയത് മാത്രമേ നമുക്ക് റെസ്യൂം മെത്തേഡ് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ ബേസിക്കലി ലാറാവൽ ക്യാഷ് തരുന്ന ഈസി വേ ആണ്. ഓക്കെ, ഇനി ഇതിൽ മെയിൻലി വേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പൊ നമുക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഇവന്റ്സും നമ്മൾ ക്യാഷ്യർ ഹാൻഡിൽ ചെയ്യുന്നില്ല. ഇപ്പൊ ക്യാഷ്യർ ഹാൻഡിൽ ചെയ്യുന്ന ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുക, റീസബ്സ്ക്രൈബ് ചെയ്യുക, പേയ്മെന്റ് സക്സസ് ആകുമ്പോൾ റീഡയറക്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ വേറെ എന്തെങ്കിലും ഇവന്റ് വെച്ച് ട്രിഗർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഈ കേസിൽ തന്നെ പറയുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഒരു മെയിൽ ട്രിഗർ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ബിസിനസ് ലോജിക് ഒക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ട്രിഗർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബിസിനസ് ലോജിക് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡാറ്റാബേസിൽ കുറെ ചേഞ്ചസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറെ എൻട്രി അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ലോജിക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ യു ഹാവ് ടു എക്സ്റ്റെൻഡ് ദ ലിസണേഴ്സ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താണ് നമ്മൾ ബിസിനസ് ലോജിക് ചെയ്യേണ്ടത്, നമ്മൾ ഒരു കറസ്പോണ്ടിങ് ഒരു ലിസണർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിസണറിലേക്ക് ഇപ്പൊ നമുക്ക് ഓൾറെഡി ക്യാഷ്യറിന്റെ ഒരു എന്താ പറയാ
നേരത്തെ ഞാൻ കാണിച്ചിരുന്നല്ലോ, സ്റ്റോറേജിനുള്ളിൽ നമുക്ക് സോറി വെണ്ടറിൽ നമുക്ക് ഓൾറെഡി ലാറാവൻ്റെ ഉള്ളിൽ നമുക്ക് ലിസണർ ഉണ്ടാവും ഇവരെ. ഓക്കെ, വെബ് ബുക്ക് ഹാൻഡിൽഡ് അല്ലെങ്കിൽ വെബ് ബുക്ക് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 2 ഇവന്റ്സ് ഉണ്ട് ഇവർക്ക്. ഓക്കെ, അപ്പോൾ ഒന്ന് വെബ് ബുക്ക് റിസീവ്ഡ് എന്ന് പറഞ്ഞ ഇവന്റ് ആണ്. വൺസ് വെബ് ബുക്ക് നമ്മൾ ആപ്പ് റിസീവ് ചെയ്യുമ്പോൾ ട്രിഗർ ചെയ്യുന്ന ഇവന്റ് ആണ്. ഹാൻഡിൽഡ് ഉദ്ദേശിക്കുന്നത് അത് റിസീവ് ചെയ്തിട്ട് നമ്മൾ എന്തോ ഒരു പ്രോസസ്സ് ക്യാഷ് ചെയ്യുന്നുണ്ടല്ലോ, ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന എന്താ പറയുക ഇവന്റ് ആണ് ഹാൻഡിൽഡ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ചെയ്യുന്ന വെച്ചാൽ ഈ 2 ഇവന്റിന് നമുക്ക് വേറെ ലിസണർ വെച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ആപ്പിൽ കാണുന്ന നിങ്ങൾ ഈ ലിസണേഴ്സ്. ഓക്കെ, അത് നമ്മൾ പാസ് ചെയ്യുന്ന ലാറാവലിൻ്റെ ഈ വെബ് ബുക്ക് റിസീവ്ഡും അല്ലെങ്കിൽ വെബ് ബുക്ക് ഹാൻഡിൽഡ് ഇവന്റും ആണ്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലോജിക്ക് എഴുതണം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഇവന്റ് ജസ്റ്റ് ഒന്ന് ഇൻഫോർട്ട് എന്നുള്ള വരുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഇവന്റ് ഇങ്ങനെ പേലോഡ് വെച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കമ്പയർ ചെയ്യാം എന്ത് ഇവന്റ് ആണ്. അപ്പോൾ ഇൻവോയ്സ് പേയ്മെന്റ് സക്സീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് അഗെയിൻസ്റ്റ് പേയ്മെന്റ് സക്സസ് ആയി കഴിഞ്ഞാൽ ഒരു ഇവന്റ് വരും. അപ്പോൾ ഈ ഇവന്റ് വരുന്ന സമയത്ത് എന്തെങ്കിലും ബിസിനസ് ലോജിക്ക് എഴുതാണ്ടെങ്കിൽ ബിസിനസ് ലോജിക്ക് ഇവിടെ എഴുതാം. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ക്ലാസ് കോൾ ചെയ്യണം, ടു സെൻഡ് ഇമെയിൽ അല്ലെങ്കിൽ ടു അപ്ഡേറ്റ് സം ഡാറ്റ ഇൻ ദ ഡാറ്റാ ബേസ്. അത് നിങ്ങൾക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എവിടെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ബേസ്ഡ് ഓൺ യുവർ അപ്ലിക്കേഷൻ ലോജിക് അനുസരിച്ച് മാറും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ലിസണർ എഴുതുന്ന സമയത്ത് അത് നിങ്ങൾ എന്താ പറയുക ലിസണറിൻ്റെ പ്രൊവൈഡറിൽ അത് ആഡ് ചെയ്യണം. ഇവന്റ് പ്രൊവൈഡറിൽ ലിസണർ ആഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന കേസസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ യു ഹാവ് ടു പാസ് ദ ക്വാണ്ടിറ്റി. അപ്പോൾ ആ ഒരു സാമ്പിൾ കോഡ് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഇവിടെ ഇതൊരു എക്സാമ്പിളാണ് പ്രൊഡക്ട്സ് സെല് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി പാസ് ചെയ്തിട്ടാണ് ഒരു ചെക്കൗട്ട് ചെയ്യുക. ഇന്ന പ്രൈസ് ഐ ഡി എത്ര ക്വാണ്ടിറ്റി ഉണ്ട്. 2 പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. പ്രൈസ് ഐ ഡിയും പാസ് ചെയ്യും, അതിൻ്റെ ക്വാണ്ടിറ്റി പാസ് ചെയ്യും. ഇത് 2 പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ട്രൈപ്പിലേക്ക് പാസ് ചെയ്യുന്ന സ്ട്രൈപ്പ് ഡീൽ ചെയ്തോളൂ. സ്ട്രൈപ്പാണ് അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നടത്തുക. നമ്മളിവിടെ ആക്ച്വലി കാൽക്കുലേഷൻ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി സ്ട്രൈപ്പാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സ്ട്രൈപ്പ് എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഇൻവോയ്സ് എന്ത് പേയ്മെന്റ് മെത്തേഡ് ആണോ, ഐ മീൻ ഏത് കാർഡാണോ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആ കാർഡിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ ട്രൈ ചെയ്യും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ യൂസർ എടുക്കുകയാണെങ്കിൽ ഈ യൂസർക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ട്, ഈ $4.99 ഇയാൾ പേ ചെയ്തിട്ടുണ്ട്, ഇയാൾ ഇന്ന കാർഡുമായി കണക്ട് ചെയ്തതാണ് അയാളുടെ ഡീഫോൾട്ട് പേയ്മെന്റ് മെത്തേഡ്. ഇപ്പം നമുക്ക് ഈ പേയ്മെന്റ് മെത്തേഡ് കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ടിങ്കറിന്റെ ഈ മെയിൻ നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ ഒബ്ജക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതിലൂടെ നിങ്ങൾക്ക് സ്പെസിഫിക് സബ്സ്ക്രിപ്ഷന് കയറി നോക്കുകയാണെങ്കിൽ ഏത് പേയ്മെന്റ് മെത്തേഡ് ആണെന്നൊക്കെ ഉള്ള ഉണ്ട്. അവിടെ ഡീഫോൾട്ട് പേയ്മെന്റ് മെത്തേഡ് ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാർഡ് വൺസ് നമ്മളെ സാസ് ആപ്ലിക്കേഷനുമായി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫർദർ പ്രൊഡക്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഡീഫോൾട്ട് കാർഡ് ഏതാണോ ആ കാർഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് ട്രിഗർ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ ഡീഫോൾട്ട് പേയ്മെന്റ് മെത്തേഡ്. ആ പേയ്മെന്റ് മെത്തേഡ് കണ്ടുപിടിച്ച് ആ പേയ്മെന്റ് മെത്തേഡിന്റെ ഐഡിയ ആണിത്. ഓക്കെ, ആ പേയ്മെന്റ് മെത്തേഡ് ആണ് നമ്മൾ എവിടെ പാസ് ചെയ്യുക. നേരത്തെ കണ്ട കോഡിൽ നമ്മൾ പേയ്മെന്റ് മെത്തേഡ് പാസ് ചെയ്യുന്ന ഒരു കോഡ് കാണിച്ചത്. ഓക്കെ, പേയ്മെന്റ് മെത്തേഡ് പാസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്പെസിഫിക് പേയ്മെന്റ് കാർഡിൽ നിന്ന് തന്നെ വലിക്കണം എന്ന രീതിയിൽ നമുക്ക് ആ കാർഡ് എലിമെന്റ് പാസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു യൂസർക്ക് എഗെയിൻസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു യൂസർക്ക് എഗെയിൻസ്റ്റ് ഒരു 2-3 ക്രെഡിറ്റ് കാർഡ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് മെത്തേഡ്സ് ഫിൽ ചെയ്താൽ എല്ലാ പേയ്മെന്റ് കാർഡ്സും നമുക്ക് ഫെച്ച് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഫെച്ച് ചെയ്യുന്ന സെൻസ് കാർഡ് ഡീറ്റെയിൽസും നമ്മളെല്ലാം സ്റ്റോർ ചെയ്യുക, കാർഡിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഒക്കെ നമ്മൾ ഫെച്ച് ചെയ്യോളും. ആസ് പെർ സെക്യൂരിറ്റി റീസൺ ബാക്കി ഫുൾ ഡീറ്റെയിൽസും നമ്മൾ ഫെച്ച് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ എപ്പോഴും നമ്മൾ സ്ട്രൈപ്പിന്റെ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്ട്രൈപ്പിന്റെ തന്നെ ചെക്ക്ഔട്ട് ലിങ്ക് യൂസ് ചെയ്യാനും സ്ട്രൈപ്പിന് തന്നെ പേയ്മെന്റ് എലമെന്റ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
കാരണം എന്താ വെച്ചാൽ അതൊക്കെ അവർ തന്നെ അത് സെക്യൂരിറ്റി ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു API ത്രൂ പേയ്മെന്റ് ട്രിഗർ ചെയ്യുന്നതെന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാക്സിമം സ്ട്രൈപ്പിന്റെ തന്നെ എലമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങളൊരു ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെയൊക്കെ കാണിക്കുന്ന ഒരു കസ്റ്റം, ഇപ്പൊ ഇതിലുള്ളതൊക്കെ സ്ട്രൈപ്പിന്റെ തന്നെ ഉള്ള എന്താ പറയാ ലേഔട്ട്സ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണിക്കുന്നൊക്കെ സ്ട്രൈപ്പിന്റെ തന്നെ പേയ്മെന്റ് ഡയറക്റ്റ് ചെക്കൗട്ട് സ്ട്രൈപ്പ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ കസ്റ്റം പേജ് റീഡയറക്ട് ചെയ്ത് ആ പേജിൽ എൻട്രി ചെയ്യുക. പക്ഷെ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ്സ്, ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്ട്രൈപ്പിന്റെ എലമെന്റ് തന്നെ ആവണം. ഓക്കെ, അപ്പൊ അത് മേക്ക് ഷുവർ ചെയ്യുക നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോപ്പർലി ആണോ എന്നുള്ളത്. സോ ഇത്ര തന്നെ ഉള്ളൂ. ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഇതിൽ നമുക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാനും പേയ്മെന്റ് അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് എന്താ പറയാ, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇത് ട്രൈ ഔട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയാൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ റാപ്പ് ഓഫ് ചെയ്യാണ്. ഇത്രയും പറഞ്ഞത് പ്രോസസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് ലൈവിലേക്ക് പോകുന്ന സമയത്ത് ഡീമനോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ബുക്കിന് വേണ്ടിയിട്ട്? അല്ലല്ല, ലൈവ് പോകുമ്പോൾ ഡയറക്റ്റ് ലൈവിന് എന്തിനാ ഇപ്പൊ നമ്മൾ സ്ട്രൈപ്പ് CLI യൂസ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ സ്ട്രൈപ്പ് വെബ് ബുക്ക് ചെയ്യുന്നത് ഒരു ഹോസ്റ്റഡ് IP ആണെങ്കിൽ ഡയറക്റ്റ് പോകും. ഇപ്പൊ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് പോലല്ലോ. ഓക്കെ, മറ്റേ നിങ്ങൾ ശരിക്കും നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മളൊരു ഇപ്പൊ നമ്മൾ വെബ് ബുക്ക് ലിസൺ ചെയ്യുന്നില്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ലിസൺ കൊടുത്ത ഓക്കെ, ഇവിടെ കണ്ടില്ലേ ഇതാണ് വെബ് ബുക്കിന്റെ URL വരാം ഉണ്ടോ. അതായത് എന്താണ് ഇത് ശരിക്കും പബ്ലിക്, നമ്മളൊരു ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരാം, ആ പബ്ലിക് ഡൊമൈൻ ആയിരിക്കും വരാം അല്ലെ. അപ്പൊ ആ ഡൊമൈൻ //webbook എന്നാണ് അതിന്റെ എൻഡ് പോയിന്റ് വരാം. ആ എൻഡ് പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ ഈ സ്ട്രൈപ്പിന്റെ ഇതിൽ കൊണ്ടുപോയി കൊടുക്കും. ഇവന്റ് ഡെസ്റ്റിനേഷനിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തോണ്ടില്ലേ, ഈ ഇവന്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോസ്റ്റഡ് ഇവന്റ് ആണ്. ഓക്കെ, അപ്പൊ അതേപോലെ ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ഹിറ്റ് ആയിക്കോളും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു CLI സ്ട്രൈപ്പിനെ CLI ഒക്കെ യൂസ് ചെയ്യാനുള്ള കാരണം ബേസിക്കലി അത് ലോക്കലി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹോസ്റ്റഡ് എൻവയോൺമെന്റ് ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് CLI വെച്ച് ആ CLIയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് സ്ട്രൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണത്. കാരണം ഈ വെബ് ബുക്ക് വരാതെ നമ്മുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ്സ് നടക്കില്ല. നമ്മൾ ലോക്കൽ DB അപ്ഡേറ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ SaaS ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആവണം എന്തായാലും വെബ് ബുക്ക് ബേസ്ഡ് ആണ് വരുന്നത്. ഓക്കെ, ആരെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യാസിം ഉണ്ട്, അനുരാഗ് ഉണ്ട്. അല്ല, ആക്ച്വലി നമ്മളിപ്പോൾ ഒരു പ്രോപ്പർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുണ്ട്. ഒന്നിപ്പം എന്താ പറയാ, സ്ട്രൈപ്പിന്ന് വരുന്ന വെബ് ബുക്സ് നമ്മൾ ചിലപ്പോൾ ഞാൻ എല്ലാ വെബ് ബുക്കും നമ്മൾ ക്യാഷ് പാക്കേജ് ഹാൻഡിൽ ആവില്ല. അപ്പം ചിലത് നമ്മളെ ബിസിനസ് ലോജിക്ക് എഴുതി നമുക്ക് ചെയ്യാനുണ്ടാവും. ആ ഒരു കേസ് ഉണ്ട്. ചില കേസ് നമുക്ക് SDK യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കസ്റ്റം പ്രൈസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു കസ്റ്റം പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അതിനൊന്ന് ക്യാഷ്യറിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്തില്ല, ഫങ്ഷൻസ് ഇല്ല. യു ഹാവ് ടു യൂസ് സ്ട്രൈപ്പിന് SDK യൂസ് ചെയ്തിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ യൂസ് കേസ് അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഹൈബ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. ചില കേസിൽ ക്യാഷ്യർ യൂസ് ചെയ്യേണ്ടി വരും. ചില കേസിൽ സ്ട്രൈപ്പിന് SDK ഡയറക്റ്റ് PHP കോഡ് വെച്ച് കോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് ക്യാഷിന് മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഒരു സബ്സ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക, അതിന്റെ കാര്യം ആ ഒരു പെർസ്പെക്റ്റീവിൽ ഭയങ്കര ഈസി ആയിട്ട് ക്യാഷ് ഡീൽ ചെയ്തു. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആണ് ക്യാഷ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെ കമന്റ് ചെയ്യുക. ചാറ്റ് ഉണ്ടോ? ചാറ്റിലുണ്ട്. ഇത് ബേസിക്കലി നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നടക്കുള്ളൂ. നമുക്കൊരു സെഷൻ പ്രാക്ടിക്കലി വെച്ചിട്ട് ഞാൻ വിചാരിച്ച ശരിക്കും പ്രാക്ടിക്കലി റൺ ചെയ്ത് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഓൺലൈനിൽ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറെ പേര് പ്രാക്ടിക്കലി ചെയ്യാനുള്ളൊരു പ്രയാസം ഉണ്ടാവും. നമ്മുടെ സിസ്റ്റം ഒക്കെ വെച്ച് നിങ്ങൾ എന്താ പറയുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അത് കറക്റ്റ് മനസ്സിലാക്കാം.
ഒന്ന് ഡെമോ റണ്ണ് ചെയ്ത് നോക്കിയാൽ മതി. അല്ല എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ അത് കോൺടാക്ട് ചെയ്യുന്നോടും എന്നെ കോൺടാക്ട് ചെയ്താലും മതി. ഇപ്പൊ നമ്മളെ ഓഫീസിൽ നമ്മളൊരു അപ്ലിക്കേഷൻ ഇപ്പോൾ ഫോർ കംപ്ലീറ്റ്ലി റൺ ചെയ്യുന്നത് സ്ട്രൈപ്പ് ത്രൂ തന്നെയാണ്. അപ്പൊ അതൊരു ഹൈബ്രിഡ് മോഡലാണ്, കംപ്ലീറ്റ്ലി കാഷ്യർ അല്ല. വി ആർ യൂസിങ് ബോത്ത് കാഷ്യർ യൂസ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് സ്ട്രൈപ്പ് SDK യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരും ഒന്നും ചോദിക്കുന്നില്ല, എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. Having one doubt, like whether we got the information about user, like if a user had a monthly subscription, what kind of product they have purchased, like that user has like become a annual subscriptions, or how many product they are, that activity log. Is there any like whether a dashboard having Stripe dashboard having activity logs? Yeah, Stripe dashboard have the transaction log. No, if any user purchase any number of transaction, right, it will be shown directly in the Stripe dashboard. Also, you can able to fetch the transactions with directly through the cache itself. From the cache, no, I will show 1 second. Where is Zoom? Zoom അല്ല, സൂം പോയതല്ല, സൂമിന്റെ പേജ്. ഇപ്പൊ നമ്മൾ if you are going with the Stripe, like right, the dashboard, you can see once if you select, you can see all the transactions here. Okay, with the database you can see all the transactions here. Also, if you select a customer, you can see all the transactions of that specific customer as well here, like what all payments that specific customer is done. You can filter out the customer ID. You can see a customer ID here, like same way, like all customers you can listed here, like you can filter out customer based on the email ID. So it means all kind of process is there. So As well as you can, transactions based, you said like a subscription based. no, even if you create a single payment link, right, so Okay. that will also be listed under the transactions. Okay. It's not specific to subscription base. Okay. Okay, I mean, if it is like if it is based on subscription, you can see with the subscription ID and all. You can see this one is created through the payment link. I mean, if you for say like so I will show you. If you click new and if you click in product, no, it will generate a payment link for you, create link. Okay, Okay. so if you use this payment link anywhere, like if you copy this payment link and no, if you if you have a product with this payment link, even if you are not using any cashier, we are not using any Laravel, you are simply using a WordPress application and you have a product, okay, and you have a price for the product. Once they click the buy now button, you want to redirect to pay this payment link, so it will directly move to this page. Okay. Where user can type their email address. If you use type, no, if you are user typing like some, I know, I mean any name, so based on this Gmail address, based on this email address, Stripe will create an account. Okay, and I'll show you. So again, this link will come under your transactions. Also, you can see all the transaction, like Okay. you can see the Okay. transaction will come here, right? Also, this transaction can be fetched through the, I mean, in our, you can, there is a method called transaction method. Okay, so you can fetch all the transactions and see what all transactions are there. Okay. Like multiple currencies as well, in Stripe? Sorry? Multiple currency. Yeah, multiple currency support, like Stripe is limited stuff support when we compare to, I mean, if you are comparing Stripe with PayPal, support is limited. Like Stripe is supporting only 24 countries, I think. Like the PayPal is supported for more large area. I mean that for e-commerce website, basically most of the people are using PayPal.
So Stripe is specific to more you customers are from the US side. If you are building a SaaS application for the US people, like Stripe is more because it's very easy to configure and work Okay. out. Yeah. Then I hope you are aware of this Brain. There is one Braintree kind of, yeah, that is again by the PayPal. There is another payment gateway. Yeah. So that is most commonly used in the e-commerce area. Yeah, PayPal. And like WordPress default plugin is PayPal. Yeah, right. Yeah, because that is very famous, and I think the cost is very less if you are selling small amount. Like for example, if you are selling a product like $5 or $10, the transaction fee is less. If you're selling a $1, $2 product, Stripe is not. I mean, not feasible for you, because for Stripe they are taking like 0.3. $0.3 per transaction. Okay. Okay, that is lowest cost is like $1. Yeah. No, like if you're creating a product for $1, you will only receive like $0.6 after deducting the Stripe fee and the transaction fee and all. Like Stripe is taking like flat transaction fee like 0.3 per transaction without any minimum amount. Okay. But in payment, if you are taking like in PayPal, like it's like $0.05, like very small amount as a per transaction cost will come. Like if the product price is very less, that's why the e-commerce side they are preferring for the PayPal and all. Like if the subscription is greater than like $20-$50 kind of product you are selling, then Stripe is okay, because there is a trade-off is there from both sides. Like in Stripe there is no monthly payment, but in PayPal you have a monthly payment. Like I don't know the exact cost, like $20 something is there. Yeah, that's it. Okay, thank you. Like the point is like you have to try. I mean, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ലെറ്റ്സ് സീ ലൈക്ക് എങ്ങനെ അത് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി ഐഡിയ ഉണ്ടാവും. ബിക്കോസ് സ്ട്രൈപ്പിൽ നമുക്ക് ട്രൈ ചെയ്യാൻ ഈസിയാണ്. പേപ്പാൽ ആകുമ്പോൾ വി ഹാവ് ടു ബൈ 2 അക്കൗണ്ട്സ്. നമുക്ക് സെൻഡറിനും റിസീവറിനും വേറെ പേപ്പാൽ അക്കൗണ്ട് ഒക്കെ വാങ്ങി കുറച്ച് ടെസ്റ്റിംഗ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. സ്ട്രൈപ്പ് നമുക്ക് ലാറവൽ ഇൻബിൽഡ് സപ്പോർട്ട് വരുന്നത് കൊണ്ട് if you are a Laravel people, it's easy for you to try out. Yeah. Hope it's helpful for all, because I hope നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. If you have any more detail or advanced concept, like we can take another session based on that, because നമുക്കൊരു പ്രീസെറ്റ് ആദ്യം ചെയ്യണം. കാരണം ഒരു അപ്ലിക്കേഷൻ്റെ ഒരു ഫ്ലോ ബിൽഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻ ഫ്യൂച്ചർ സെഷൻ നമുക്കൊരു കംപ്ലീറ്റ് ഒരു അപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കോഡ് എക്സ്പ്ലനേഷൻ പോലെ അല്ലെങ്കിൽ കോഡ് റിവ്യൂ പോലെ നമുക്ക് പ്ലാൻ ചെയ്യാം. I mean, that makes sense more. Yes. ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാൻ? ബാക്കി എല്ലാവരും ഉണ്ടാണ്ടിരിക്കാണല്ലോ. Anyone else? Okay, അജിലന്റെ വക ലൈക്ക് വന്നിട്ടുണ്ട്. ജിൻഷ, താങ്ക് യു. ഓക്കെ, എല്ലാവരും ഒരാൾ ലൈക്ക് ചെയ്തു പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ലൈക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നല്ല വൈൻഡപ്പ് ചെയ്താലോ? വേറെ ഒന്നുമില്ലല്ലോ, എല്ലാവർക്കും വിശക്കുന്നില്ല, 9 ആയില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ ജോയിനിങ്. നമുക്ക് നെക്സ്റ്റ് മന്ത് അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. എന്തായാലും നോക്കട്ടെ നല്ല സ്പീക്കേഴ്സിനെ കിട്ടുമോ എന്നുള്ളത്. അതിനനുസരിച്ച് 2 പേര് ക്യൂവിലുണ്ട് ഓൾറെഡി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഒരു സജഷൻ എന്താ വെച്ചാൽ നല്ല സ്പീക്കേഴ്സ് അങ്ങനെ നോക്കണ്ട. ഐ മീൻ നോളജ് ഷെയറിംഗ് അല്ല. ഇപ്പോൾ ബേസിക്കലി നമ്മളൊരു കമ്മ്യൂണിറ്റി ഷെയറിംഗ് ആണ്. അപ്പം നിങ്ങളെല്ലാവരും എന്താ പറയുക, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, ഈവൻ നമുക്ക് അറിയെങ്കിൽ പോലും. അപ്പോൾ എല്ലാവരും എടുത്ത് ഈ കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യുക, എല്ലാവർക്കും ട്രൈ ചെയ്യുക. സോ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജിഷാനെ കോൺടാക്ട് ചെയ്യുക. ജിഷ ഐ മീൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല, ബിക്കോസ് ഇതെല്ലാവരും പാർട്ട് ഓഫ് ലേണിംഗ് കൺസിഡർ ചെയ്താൽ. ആരും വരാത്തത് കൊണ്ട് എന്താ വെച്ചാൽ എല്ലാരും വരാത്തതിന് ഒരു കാരണം എനിക്ക് തോന്നുന്നത് ആരും അത്ര കോൺഫിഡന്റ്. ഐ മീൻ അത് ശരിക്കും നമ്മൾ ആരും 100% എല്ലാം അറിയുന്ന ആൾക്കാരല്ലല്ലോ. നിങ്ങൾക്ക് അറിയുന്നത് എന്താണോ ഷെയർ ചെയ്യാം. പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഡിസ്കഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇങ്ങനത്തെ മീറ്റപ്പ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റഡ് ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യുക,
ജിഷാനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങളെ രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തിട്ട് ഒരു ടോപ്പിക് ഷെയർ ചെയ്യാം. ബാക്കി നമുക്ക് അത് എല്ലാവരും കൂടെ ആഡ് ചെയ്തിട്ട് എന്താ പറയാ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുവരാൻ പറ്റും. അതെ, Yeah. കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ബാക്കിയുള്ളൊക്കെ അടുത്ത മീറ്റപ്പിൽ നമുക്ക് സംസാരിക്കാം. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ലൈക്ക് നമ്മളെ ഗ്രൂപ്പിൽ എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അറിയിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ എന്തായാലും താങ്ക് യു. സോ നെക്സ്റ്റ് മീറ്റപ്പിൽ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, Thank you. Yeah. ബൈ ഓൾ, താങ്ക് യു. Thank you all. Yeah.